കഴിഞ്ഞ അധ്യായത്തിൽ ചോദിച്ചു ജായസീജ കർമ്മണസ്ഥേ മതാ ബുദ്ധിർ ജനാർദ്ദന. കർമ്മവും ബുദ്ധിയും ജ്ഞാനവും അതിലേതാണ് ശ്രേഷ്ഠം? കർമ്മവും ബുദ്ധിയിലും ഏതാണ് ശ്രേഷ്ഠം എന്ന് ചോദിക്കുമ്പോൾ അവിടെ അവൻ കർമ്മയോഗത്തെക്കുറിച്ചും കർമ്മസന്യാസത്തെക്കുറിച്ചും വിശദീകരിച്ചു. രണ്ടും കേട്ടുകഴിഞ്ഞപ്പോൾ അർജുനൻ ഇവിടെ വീണ്ടും ഒരു സംശയമാണ്. അവിടെ ജ്ഞാനത്തെ സംബന്ധിച്ചും കർമ്മത്തെ സംബന്ധിച്ചുമാണെങ്കിൽ ഇവിടെ കർമ്മത്തെ സംബന്ധിച്ചും കർമ്മസന്യാസത്തെ സംബന്ധിച്ചും അതാണ് സംശയം. ഇതിൽ ഏതാണ് ശ്രേഷ്ഠം? അതിനിവിടെ ചർച്ച ചെയ്തത് ഇതാരെ സംബന്ധിച്ചാണ് ഈ ചോദ്യം? കർമ്മവും കർമ്മസന്യാസവും ജ്ഞാനിയെ സംബന്ധിച്ചാണോ കർമ്മവും കർമ്മസന്യാസവും ചോദിക്കുന്നത്, അതോ അജ്ഞനെ സംബന്ധിച്ചാണോ? ഇവിടെ സിദ്ധാന്തത്തിൽ ഭാഷ്യകാരൻ സമർത്ഥിക്കുന്നത് ഈ ചോദ്യം അജ്ഞന്റെ കർമ്മവും കർമ്മസന്യാസത്തെ സംബന്ധിച്ചാണ്. എന്തുകൊണ്ട്? ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം കർമ്മവും കർമ്മസന്യാസവും ഒരുമിച്ച് പ്രാപ്തമാകുന്നില്ല. ജ്ഞാനിക്കവിടെ കർമ്മമില്ല, കർമ്മസന്യാസമേ ഉള്ളൂ. അജ്ഞനെ സംബന്ധിച്ചാണെങ്കിലോ അർജുനന് സംഭവിച്ചതുപോലെ സംഭവിക്കാം. അജ്ഞനും കർമ്മസന്യാസത്തിന് തയ്യാറാകാം. അജ്ഞന കർമാനുഷ്ഠാനവും പ്രാപ്തമാകുന്നു, അജ്ഞന്റെ അജ്ഞാനം കൊണ്ടുവരുന്ന കർമ്മസന്യാസം ഇത് രണ്ടും പ്രാപ്തമാകുമ്പോൾ ഇവിടെ ഭഗവാൻ അജ്ഞനോട് ആവശ്യപ്പെടുകയാണ് കർമ്മസന്യാസത്തെക്കാൾ ശ്രേഷ്ഠം കർമാനുഷ്ഠാനമാണ്. അതുകൊണ്ട് ശങ്കരാചാര്യരുടെ മുഖ്യമായ സിദ്ധാന്തം അതിവിടെ വെളിപ്പെടുത്തുകയാണ്. കർമ്മയോഗം അജ്ഞന് വേണ്ടിയിട്ടുള്ളതാണ്, കർമ്മസന്യാസം ജ്ഞാനിക്ക്. അത് സമർത്ഥിക്കുന്ന തരത്തിലാണ് ഇവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. ഭാഷ്യം ജായസീചേത് കർമ്മണസ്ഥൈത്യത്ര ജ്ഞാനകർമ്മണോ സഹാ സംഭവേ യശ്രേയേതയോ തന്മേ ബ്രൂഹീത്യേവം പൃഷ്ടോ അർജുനേന ഭഗവാൻ സാഖ്യാനാം സന്യാസിനാം ജ്ഞാനയോഗേന നിഷ്ഠ പുനഃ കർമ്മയോഗേന യോഗിനാം നിഷ്ഠ പ്രോക്തൈതി നിർണയം ചകാര. ജായസീചേത് കർമ്മണസ്ഥ മൂന്നാം അധ്യായത്തിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ജ്ഞാനകർമ്മണോഹോ സഹസംഭവം. ജ്ഞാനകർമ്മങ്ങൾ ഒരു വ്യക്തിയിൽ ഒരേ സമയം സാധ്യമല്ല. തത്വജ്ഞാനിയിൽ കർമ്മം സാധ്യമല്ലാത്തതുകൊണ്ട് അങ്ങനെ അഹങ്കാരപൂർവകമായിട്ടുള്ള കർത്തൃത്വ ബോധത്തോടുകൂടിയ കർമ്മം തത്വജ്ഞാനി സംഭവിക്കത്തില്ല. യശ്രേയേതയോ തന്മേ ബ്രഹീത്യവം പൃഷ്ടോ അർജുനേന ഭഗവാൻ. അവിടെ ഭഗവാൻ അർജുനൻ ചോദിച്ചു ഇതിലേതാണ് ശ്രേഷ്ഠമെന്ന്. എന്ത് മറുപടി പറഞ്ഞു? സാഖ്യാനാം സന്യാസിനാം ജ്ഞാനയോഗേന നിഷ്ഠ. സാഖ്യന്മാർക്ക് ജ്ഞാനയോഗ നിഷ്ഠയും കർമ്മയോഗേന യോഗിനാ നിഷ്ഠ. കർമ്മയോഗത്തിലൂടെ അജ്ഞന്മാർക്ക് കർമ്മയോഗനിഷ്ഠയും പ്രോക്ത ഇതി നിർണയം ചകാര. ഇക്കാര്യം അവിടെ ചർച്ച ചെയ്ത് നിർണയിച്ചതാണ്. നജസന്യസനാദേവ കേവല സിദ്ധി സമ്മതികസ്ഥിതി വചനാൽ ജ്ഞാനസഹിതസ്യ സിദ്ധിസാധനത്വം ഇഷ്ടം. കേവലമായ സന്യാസം കൊണ്ട് സിദ്ധി പ്രാപിക്കത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടെന്താണ് അവിടെ ജ്ഞാനസഹിതമായ സന്യാസമാണ് വിധിച്ചിരിക്കുന്നത്. കർമ്മയോഗസ്ഥിത വിധാനം, കർമ്മയോഗവും അജ്ഞന് വേണ്ടി വിധിച്ചിട്ടുണ്ട്. ജ്ഞാനസഹിത സന്യാസ ശ്രേയാൻ കിംവ കർമ്മയോഗ ശ്രേയാൻ ഇത്യോദയോർ വിശേഷ ബുഭുത്സയ അർജുന ഉവാച. ഇവിടെ അർജുനൻ വീണ്ടും ചോദിക്കുന്നത് അവിടുത്തെ ചോദ്യവും ഈ ചോദ്യവും തമ്മിലുള്ള വ്യത്യാസം. ജ്ഞാനസഹിതമായ സന്യാസമാണോ ശ്രേഷ്ഠമായിരിക്കുന്നത് അതോ കർമ്മയോഗമാണോ?
ഇത്യേതിയോർ വിശേഷ ബുഭുത്സയ. ഇത് വേർതിരിച്ചറിയുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് അർജുനൻ ചോദിച്ചു സന്യാസം. അതാണ് അടുത്ത ശ്ലോകം. സന്യാസം പരിത്യാഗം കർമ്മണാം ശാസ്ത്രീയാണാം അനുഷ്ഠാന വിശേഷാണാം സംസതി കഥേസീത്യേത്. കർമ്മണാം സന്യാസം എന്ന് പറയുന്നത്, സന്യാസം എന്ന് പറഞ്ഞാൽ പരിത്യാഗം, കർമ്മണ എന്ന് പറയുന്നിടത്ത് ഭാഷ്യകാരൻ പറയുന്നു ശാസ്ത്രീയാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയ കർമ്മങ്ങളെ ഉള്ളൂ മുഖ്യമായിട്ടും. അതുകൊണ്ട് ഇവിടെ അതെടുത്ത് പറയുന്നു ശാസ്ത്രീയ കർമ്മങ്ങൾ എന്നുവെച്ചാൽ വേദത്തിലും മറ്റും വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ. അനുഷ്ഠാന വിശേഷാണ്, പ്രത്യേകമായ അനുഷ്ഠാനങ്ങൾ, അതാണ് ഇവിടുത്തെ കർമ്മം. ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ച് ആണ് സന്യാസം എന്ന് പറയുമ്പോൾ അങ്ങനെ വിശേഷമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, അതിന്റെ പരിത്യാഗം ശംസസി കഥയസി, അതിനെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നതായിട്ടാണ് അർജുനൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ശ്രൗത കർമ്മങ്ങൾ, വേദത്തിലും മറ്റും വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ, അതിന്റെ സന്യാസമാണ് അതിന്റെ സ്മാർത്ഥ കർമ്മങ്ങൾ. പുനർയോഗം ചേഷാമേവ അനുഷ്ഠാനം അവശ്യ കർത്തവ്യത്വം ശംസസ്യ, അതും പറയുന്നുണ്ട്. അതിന്റെ അനുഷ്ഠാനവും രണ്ടും പറയുന്നു. സന്യാസത്തെക്കുറിച്ചും അനുഷ്ഠാനത്തെക്കുറിച്ചും പറഞ്ഞു. അതോമേ കതിരശ്രേയ സംശയം. അവയുടെ ഈ ചോദ്യം അർജുനന്റെ ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമായിട്ടാണ്. ഈ ഉപദേശം കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനന് മനസ്സിലായത് എന്താണ്? ഭഗവാൻ സന്യാസത്തെക്കുറിച്ച് പറയും. നിരാശീർ യഥചിത്താത്മാ തെക്ത സർവപരിഗ്രഹം എന്ന് പറ്റും പറയുന്നിടത്ത് അവിടെ സന്യാസത്തെക്കുറിച്ച് പറയുകയാണ്. കർമ്മയോഗത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് എനിക്ക് യോജിക്കുന്നത്? കിം കർമാനുഷ്ഠാന ശ്രേയ കിം വാ തദ്ധാനം. കർമാനുഷ്ഠാനമാണോ എനിക്ക് ശ്രേയസ്കരം, അതോ അതിനെ ത്യജിക്കുകയാണോ? ഇത് പ്രശസ്യതരം ച അനുഷ്ഠേയം. അതിൽ ഏതാണ് ശ്രേഷ്ഠം, അതാണ് ഞാൻ അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ശ്രേയ പ്രശസ്യതരം ഏതയോഹോ, ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ശ്രേഷ്ഠമായിരിക്കുന്നത്? കർമ്മസന്യാസ കർമാനുഷ്ഠാനയോഹോ, കർമ്മസന്യാസവും കർമാനുഷ്ഠാനവും. യദനുഷ്ഠാനാൽ ശ്രേയോ അവാപ്തിർ മമ സ്യാത്. ഏതെന്ന് ചെയ്താലാണോ എനിക്ക് ശ്രേയസ് ഉണ്ടാകുന്നത്? ഇതി മന്യസേ, എന്നങ്ങ് കരുതുന്നത്. തദ്ദേകം അന്യതരത്, രണ്ടിലും ഒന്ന്, ഒന്നുകിൽ കർമ്മയോഗം അല്ലെങ്കിൽ കർമ്മത്യാഗം. സഹ ഏകപുരുഷാനുഷ്ഠായത്വ അസംഭവാത്. ഇത് ഒരു വ്യക്തിക്ക് ഒരേ സമയം അനുഷ്ഠിക്കാൻ പറ്റത്തില്ല എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. കർമ്മസന്യാസം ജ്ഞാനിക്കും, കർമ്മ അനുഷ്ഠാനം അജ്ഞാനിക്കുമാണ്. ഒരാൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ബ്രൂഹി സുനിശ്ചിതം അഭിപ്രേതം തവ, അങ്ങയുടെ അഭിപ്രായം എന്താണ് അത് വ്യക്തമായി പറയണം എന്ന് അർജുനൻ ഭഗവാൻ അവിടെ ആവശ്യപ്പെടുകയാണ് എന്നാണ് ഭാഷ്യകാരൻ തന്നെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അർജുനന്റെ നിലയിൽ നിന്ന് നിൽക്കുന്ന ഒരു അധികാരിയെ സംബന്ധിച്ച്, അതായത് അജ്ഞനായ ഒരു അധികാരിയെ സംബന്ധിച്ച് കർമ്മയോഗമാണോ ചെയ്യേണ്ടത്, അതേ കർമ്മത്യാഗമാണോ? ഇതാണ് ചോദ്യം എന്നാണ്. അതും കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഭാഷ്യകാരൻ പറയുന്നു ശാസ്ത്രീയമായ അനുഷ്ഠാന വിശേഷങ്ങൾ, വൈദികമായ കർമ്മങ്ങൾ, അത് ചെയ്യണമോ അത് വേണ്ടയോ, ഇതാണ് ചോദ്യം എന്നാണ്. അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കൃഷ്ണ അല്ലയോ ഭഗവാനെ, കർമ്മണാം സന്യാസം, കർമ്മത്തിന്റെ ത്യാഗത്തെയും പുനഃ യോഗം ച, പിന്നെ കർമാനുഷ്ഠാനത്തെയും ശംസസി അങ്ങ് ഉപദേശിക്കുന്നു. ഏതയോഹോ, ഈ രണ്ടെണ്ണത്തിൽ, കർമ്മത്യാഗത്തിനും കർമ്മയോഗത്തിനും യത് ശ്രേയ, ഏതെന്നാണോ എനിക്ക് ശ്രേയസ്കരമായിരിക്കുന്നത്, ഏകം അതൊന്നിനെ, തത് ഏകം ആ ഒന്നിനെ, മേ സുനിശ്ചിതം ബ്രൂഹി എന്നോട് നിശ്ചയമായി പറയും.
ഇതാണ് അർജുനൻ ആവശ്യപ്പെടുന്നത്. കർമ്മസന്യാസമാണോ കർമ്മയോഗമാണോ അതൊന്ന് വ്യക്തമാക്കണം എന്നാണ്. നേരത്തെ ചോദിച്ചത് കർമ്മമാണോ ബുദ്ധിയാണോ, അതിൽ ഒന്ന് വ്യക്തമാക്കണമെന്നാണ്. ഇവിടെ ചോദിക്കുന്നത് കർമ്മമാണോ കർമ്മസന്യാസമാണോ, അത് വ്യക്തമാക്കണമെന്നാണ് ഇവിടുത്തെ ചോദ്യം. സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യച്ഛ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. ഇനി വരുന്ന ഭാഗങ്ങൾ, ഈ സമാധാനം പല വ്യാഖ്യാതാക്കളും പല രീതിയിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം സന്യാസത്തെയും അദ്വൈതത്തെയും സമർത്ഥിക്കത്തക്ക രീതിയിലാണ് ശങ്കരാചാര്യരോട് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇവിടെ ആചാര്യന്മാർക്കെല്ലാം വളരെ അഭിപ്രായ വ്യത്യാസമുള്ള ഭാഗങ്ങളാണ് ഈ വരുന്ന വ്യാഖ്യാനം. സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാദ കർമ്മയോഗോ വിശിഷ്യത്തെ. സ്വാഭിപ്രായം ആചക്ഷാണോ നിർണയായ ശ്രീഭഗവാൻ വാച. തന്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അർജുനനൊരു നിശ്ചയം ഉണ്ടാകുന്നതിന് വേണ്ടി ഭഗവാൻ പറയുന്നു. ആചക്ഷാണെന്ന് വെച്ചാൽ പറയുന്നവനായി. സന്യാസകർമ്മണം പരിത്യാഗ കർമ്മയോഗ തേഷാമനുഷ്ഠാനം തൗ ഉഭൗ അപി നിശ്രേയസകരോ. അതാണ് ആദ്യം പറയുന്നത്. കർമ്മസന്യാസവും കർമ്മയോഗവും രണ്ടും നിശ്രേയസത്തെ ഉണ്ടാക്കുന്നതാണ്. കർമ്മയോഗം എന്ന് പറയുമ്പോൾ കേവലമായ കർമാനുഷ്ഠാനമല്ല, വൈദികമായ കർമ്മങ്ങളെ അതേപടി അനുഷ്ഠിക്കുന്നതല്ല. അത് യോഗാത്മകമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതും നിശ്രേയസത്തെ കൊടുക്കും. കർമ്മസന്യാസവും നിശ്രേയസത്തെ കൊടുക്കുന്നതാണ്. നിശ്രേയസം മോക്ഷം കുർവാതെ മോക്ഷം നൽകുന്നു. ജ്ഞാനോത്പത്തി ഹേതുത്വേന ഉഭൗ യദ്യവി നിശ്രേയസകരോ. ജ്ഞാനോത്പത്തിക്ക് കാരണമാണ് രണ്ടും, കർമ്മയോഗവും കർമ്മസന്യാസവും. അങ്ങനെ രണ്ടും നിശ്രേയസത്തെ നൽകുന്നതാണ്. തഥാപി അവിടെയും ആചാര്യസ്വാമികൾ തന്റെ സിദ്ധാന്തത്തെ പറയുന്നുണ്ട്. എന്താണ്? ഈ രണ്ടു കാര്യങ്ങളും ജ്ഞാനോത്പത്തി ഹേതുത്വന് അങ്ങനെയുള്ളൂ. കർമ്മസന്യാസം അല്ലെങ്കിൽ കർമ്മയോഗം നേരിട്ട് മോക്ഷത്തെ കൊടുക്കുന്നില്ല. ഇത് രണ്ടും ജ്ഞാനത്തെ ഉണ്ടാക്കി ജ്ഞാനത്തിലൂടെ മോക്ഷം. അക്കാര്യത്തിൽ ആചാര്യസ്വാമികൾക്ക് വളരെ നിർബന്ധമാണ്. ജ്ഞാനോത്പത്തി ഹേതുത്വൻ എന്നതാണ് അവിടെ കൂട്ടിച്ചേർത്തത്. ജ്ഞാനത്തിലൂടെയേ ഉള്ളൂ മോക്ഷം എന്നുള്ളതാണ്. തഥാപി തയോസ്തു നിശ്രേയസ ഹേതുഹോ. ഈ രണ്ട് നിശ്രേയസ കാരണങ്ങളിലും, കർമ്മത്തിനും കർമ്മസന്യാസത്തിനും, കർമ്മസന്യാസാത് കേവലാത് കർമ്മയോഗോ വിശിഷ്യത. ഇത് കർമ്മയോഗം സ്തൗതി. കർമ്മസന്യാസത്തെ അപേക്ഷിച്ച് കർമ്മയോഗം വിശിഷ്ടമാണ്. കേവലാത് കർമ്മസന്യാസാത് എന്നിവിടെ ഇവിടെ കൂട്ടിച്ചേർത്ത് തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യത. കർമ്മസന്യാസത്തെ അപേക്ഷിച്ച് കർമ്മയോഗം ശ്രേഷ്ഠമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഭാഷ്യകാരന്റെ വ്യാഖ്യാനത്തിൽ കർമ്മസന്യാസാത് കേവലാതെന്ന് പറഞ്ഞു. കേവലമായ കർമ്മസന്യാസം എന്ന് കൂട്ടിച്ചേർക്കുന്ന എന്തിന്? ആ കർമ്മസന്യാസം എന്ന് പറയുന്നതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നത് അവിടെ കർമ്മസന്യാസം എന്ന് പറഞ്ഞാൽ
കേവലമായ കർമ്മസന്യാസം എടുത്താൽ മതി. എന്നുവെച്ചാൽ ജ്ഞാനം കൂടാതെയുള്ള കർമ്മസന്യാസം. ഏതിപ്പോൾ അർജുനൻ ചെയ്തതുപോലെയുള്ള കർമ്മസന്യാസം. അർജുനൻ ഇപ്പോൾ കർമ്മസന്യാസിയായി തീർത്ഥടത്തിലിരിക്കുകയാണ്. എങ്ങനെയുള്ള കർമ്മസന്യാസം? ജ്ഞാനം കൂടാതെയുള്ള കർമ്മസന്യാസം. നമ്മൾ പറഞ്ഞത് കേവലാത് കർമ്മസന്യാസം. അർജുനൻ ചെയ്തതുപോലെയുള്ള കർമ്മസന്യാസത്തെ അപേക്ഷിച്ച് കർമ്മയോഗവും വിശിഷ്യത. കർമ്മയോഗം ശ്രേഷ്ഠമാണ്. ഇത് കർമ്മയോഗം സ്തുതി. അങ്ങനെ കർമ്മയോഗത്തെ സ്തുതിക്കുകയാണ് എന്നാണ്. അപ്പോൾ അത് അദ്വൈത മതമനുസരിച്ചും ആചാര്യസ്വാമികളുടെ സന്യാസ പക്ഷപാതമനുസരിച്ചും അങ്ങനെ ആണ് വ്യാഖ്യാനിക്കുന്നത്. കർമ്മസന്യാസം കേവലമായ കർമ്മസന്യാസത്തെക്കാൾ ശ്രേഷ്ഠം കർമ്മയോഗമാണെന്നാണ്. ഇനി കർമ്മപക്ഷപാതികളുണ്ട്. അവർ വ്യാഖ്യാനിക്കുന്ന എന്താണ്? കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യത. അവർ പറയുന്നത് കർമ്മത്തെ സന്യസിക്കാനേ പാടില്ല, കർമ്മം അനുഷ്ഠിച്ചു തന്നെ തീരണം. അതുകൊണ്ട് ഭഗവാൻ കർമ്മസന്യാസത്തോടെ നിഷേധിക്കുകയാണ്. കർമ്മസന്യാസം എന്ന് പറയുന്നു ഭഗവാന് വിവക്ഷിതമേ അല്ല, എന്നുവെച്ചാൽ പറയാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഗീതയിൽ സന്യാസത്തെ പരാമർശിക്കുന്നതായ ഏത് ഭാഗവും കർമ്മയോഗമായി വ്യാഖ്യാനിക്കാം എന്നാണ് അവരുടെ പക്ഷം. ഗീതയിൽ കർമ്മയോഗമേ ഉള്ളൂ, കർമ്മസന്യാസം എന്ന് പറയുന്നൊരു ഭാഗമേ ഇല്ല. സർവധർമാൻ പരിത്യജ്യ തെക്ത സർവ പരിഗ്രഹ നിരാശീരിയതചിത്ത എന്നെല്ലാം പറയുന്ന ഭാഗങ്ങളോ ആ ഭാഗങ്ങളും കർമ്മയോഗം തന്നെയാണ്. അവിടെയെല്ലാം പരിത്യാഗത്തെക്കുറിച്ച് പറയുന്നത് കേവലം മാനസികമായിട്ടുള്ള അനാസക്തി അല്ലെങ്കിൽ നിസ്സംഗതയാണ്. അല്ലാതെ ബാഹ്യമായി കർമ്മത്തെ പരിത്യജിക്കുകയല്ല. കാരണം ഗീതയുടെ മുഖ്യമായ സിദ്ധാന്തം എന്താണ്? കുറുവന്നബി നലിപ്യത, ചെയ്താലും അവനെ ബന്ധിക്കുന്നില്ല എന്നാണ്. നായം ഹന്തിന ഹന്യത, കൊന്നാലും അവനാരെയും കൊല്ലുന്നില്ല എന്നുള്ളതാണ്. ഇത് കർമ്മപക്ഷപാതം. ഗീതയിൽ കർമ്മപക്ഷപാതികൾ എന്ന് പറയുന്ന വ്യാഖ്യാതാക്കൾ അവർ വ്യാഖ്യാനിക്കുന്നതാണ്. ഇപ്പൊ രണ്ടു കൂട്ടരാണ് ഗീതയെ പ്രധാനമായി കൈകാര്യം ചെയ്യുന്നത്. ഒരു കൂട്ടർ സന്യാസപക്ഷപാതികൾ. അവർക്ക് ഗീതയിൽ സന്യാസം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് സമർത്ഥിച്ചേ തീരും. ഒരു കൂട്ടർ അവർക്ക് പ്രമാണമായിട്ട് പറയുന്നുണ്ടെന്നാണ് യോഗാരൂഢസ്യ തസീവ ശമകാരണമുച്യതേ നവദ്വാരേ പുരേദേ നൈവ കുറുവന്നകാരേ എന്നെല്ലാം പറയുന്ന ഭാഗങ്ങൾ. പിന്നെ സർവധർമാൻ പരിത്യജ്യ, ഇതെല്ലാം കർമ്മസന്യാസത്തെ ആത്യന്തികമായി ഗീതയിൽ ഉപദേശിക്കുന്നുണ്ട് ഭഗവാൻ എന്ന് പറഞ്ഞു. അങ്ങനെ കർമ്മസന്യാസത്തെ സമർത്ഥിക്കുകയാണ്. അങ്ങനെ സമർത്ഥിക്കുന്നതായിട്ട് അവർ പറയുന്നു. ശങ്കരാചാര്യരുടെ വ്യാഖ്യാനത്തെ പിന്തുടരുന്നവർ. ഇനി അങ്ങനെയല്ല അതേയുള്ള വ്യാഖ്യാതാക്കൾ അവർ പറയുന്നത് അങ്ങനെ ഒരു കർമ്മസന്യാസം ഗീതയിൽ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ശങ്കരാചാര്യരുടെ പക്ഷമാണ്. അതുകൊണ്ട് കർമ്മസന്യാസാത് കേവല, അതുകൊണ്ട് ശങ്കരാചാര്യർ ആ കർമ്മസന്യാസത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഉള്ള രീതിയിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വേണ്ടതെല്ലാം കൂട്ടിച്ചേർക്കും. കർമ്മയോഗത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ അവരുടെ വ്യാഖ്യാനത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി വേണ്ടതെല്ലാം അവർ കൂടുതൽ കൂട്ടിച്ചേർക്കും. അങ്ങനെ ഇവിടെ കർമ്മസന്യാസാത് കേവല എന്നൊരു പദം ശങ്കരാചാര്യർ കൂട്ടിച്ചേർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ സന്യാസത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മയോഗം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ജ്ഞാനരഹിതമായ കർമ്മസന്യാസത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മയോഗം എന്നാണ്. ഇത് കർമ്മയോഗ സ്തുതി. അപ്പൊ ഇങ്ങനെ രണ്ടു പക്ഷം വരുമ്പോൾ നമ്മളേത് സ്വീകരിക്കുമെന്ന് ചോദിക്കും. അവരവർക്ക് ഇഷ്ടമുള്ള സ്വീകരിക്കും. പ്രത്യേകിച്ച് ഇന്ന പക്ഷം സ്വീകരിക്കണമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. ഇങ്ങനെ രണ്ടു പക്ഷങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. പറയുന്നു സന്യാസ കർമ്മയോഗസ്ഥ, സന്യാസവും കർമ്മയോഗവും ഉഭവും നിശ്രേയസകരവും, രണ്ടും നിശ്രേയസത്വം നൽകുന്നതാണ്. തയോസ്തു, ഇവയിൽ കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ, കർമ്മസന്യാസത്തെ അപേക്ഷിച്ച് കർമ്മയോഗം ശ്രേഷ്ഠമാണ്.
ഇവിടെ വ്യാഖ്യാനങ്ങളിലെല്ലാം ഇത് വളരെ സമർത്ഥിക്കുന്നുണ്ട്. അതായത് അർജുനനെ സംബന്ധിച്ചാണ് ശങ്കരാചാര്യരുടെ ഈ വ്യാഖ്യാനം സമർത്ഥിക്കുന്നവർ പറയുന്നുണ്ട്. അർജുനനെ സംബന്ധിച്ച് കർമ്മയോഗമേ സാധ്യമാകൂ. അർജുനനൊരിക്കലും തത്വജ്ഞാനത്തിൽ നിഷ്ഠ വരത്തില്ല. അതിനവർ പ്രമാണമായിട്ട് പറയുന്നൊരു ശ്ലോകം ഇവിടെ പറയുന്നുണ്ട് എന്റെ വ്യാഖ്യാനത്തിൽ. മഹാഭാരതത്തിൽ മറ്റു സന്ദർഭത്തിൽ പറയുന്നൊരു ശ്ലോകത്തെ പ്രമാണമായിട്ട് കൊടുക്കുന്നുണ്ട്. എന്താണ് അവിടെ യുധിഷ്ഠിരൻ പറയുന്നുണ്ട്, ത്വന്തു കേവലം അസ്ത്രജ്ഞോ വീരവ്രത സമന്വിത. യുധിഷ്ഠിരൻ അർജുനോട് പറയുകയാണ് മറ്റൊരു സന്ദർഭത്തിൽ, നീ വെറും ഈ ആയുധാഭ്യാസം വശമുള്ള ഒരുത്തനാണ്, നീ വലിയ ധീരനും വീരനുമൊക്കെയാണ്, ശാസ്ത്രാർത്ഥം തത്വതോ ഗന്ധം എന്ന സമർത്ഥ കഥാചനം. ഒരിക്കലും നിന്നെ ഇനി ആരുപദേശിച്ചാലും ശരി ഈ തത്വജ്ഞാനം നിനക്കൊരിക്കലും പിടികിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്, എന്ന് യുധിഷ്ഠിരൻ പറയുന്നുണ്ട്. അതുകൊണ്ടെന്താണോ അർജുനൻ ഒരിക്കലും ഈ തത്വജ്ഞാനത്തെ അതേപടി ഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അർജുനൻ കർമ്മസന്യാസത്തിന് അധികാരിയല്ല. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നത് അജ്ഞനായ അർജുനനെ ഉദ്ദേശിച്ചിട്ടാണ്. അർജുനനെ സംബന്ധിച്ച് കർമ്മസന്യാസത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മയോഗം എന്ന് പറഞ്ഞ് ഭാഷ്യകാരന്റെ ഭാഷ്യത്തെ ഇവിടെ സമർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ സമർത്ഥിക്കുന്നതിന് വേണ്ടി അർജുനനോട് ഇത് പറയുമ്പോൾ ഇത് ഒരു അജ്ഞനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, അല്ലാതെ ഒരു ജ്ഞാനി ഉദ്ദേശിച്ചല്ല. ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മസന്യാസമാണ് കർമ്മയോഗത്തെക്കാൾ അഭികാമ്യം എന്ന് തരത്തിൽ ഇത് വ്യാഖ്യാനിക്കുന്നുണ്ട്. തയോസ്തി രണ്ടെണ്ണത്തിൽ കർമ്മസന്യാസത്തെ അപേക്ഷിച്ച് കർമ്മയോഗവും വിശിഷ്യത്. കർമ്മയോഗം ശ്രേഷ്ഠം. സന്യാസ കർമ്മയോഗസ്ഥ നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസ കർമ്മയോഗോ വിശിഷ്യത്തെ. ഈ രണ്ടു പക്ഷം ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ഒരു കൂട്ടർ കർമ്മയോഗത്തെ സമർത്ഥിക്കുന്നു, വേറെ കൂട്ടർ കർമ്മസന്യാസത്തെ. ഇനി മൂന്നാമതൊരു പക്ഷമുണ്ട്. മൂന്നാമതൊരു പക്ഷം പറയുന്നത് എന്താണ്? ഇത് അധികാരി ഭേദമനുസരിച്ചിട്ടാണ്. രണ്ടു കൂട്ടരുടെ അഭിപ്രായത്തിനും കഴമ്പുണ്ടെന്നുകൊണ്ട് കർമ്മയോഗത്തെ സമർത്ഥിക്കുന്നവരെ സംബന്ധിച്ച് കർമ്മയോഗത്തിന് അധികാരികളായിട്ടുള്ളവരുണ്ട്. അവർക്ക് കർമ്മസന്യാസം സാധ്യമാകത്തില്ല. അവർ കർമ്മയോഗത്തിലൂടെ തത്വജ്ഞാനം നേടിയാലും അവരിൽ കർമ്മസന്യാസം സംഭവിക്കുന്നില്ല. ഉദാഹരണം ജനകനും മറ്റും. അതുകൊണ്ട് ആ വ്യാഖ്യാനവും അതിന് അങ്ങനെ ഒരു സാങ്കത്യമുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതായത് ബാഹ്യമായ കർമ്മസന്യാസം സാധ്യമല്ല എന്ന് പറയുന്നിടത്തും അതും സമർത്ഥിക്കാം. ഉദാഹരണമുണ്ട് ഇവിടെ. ഇനി കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ കർമ്മത്തെ സന്യസിക്കുന്നു, ബാഹ്യമായി കൂടി കർമ്മത്തെ സന്യസിക്കുന്നതായിട്ടാണല്ലോ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. അതിന് ഉദാഹരണമുണ്ട്. പലരും നമ്മുടെ പുരാണങ്ങളിലും മറ്റും ഒരുപാട് പേരുണ്ട്. ബാഹ്യമായി തന്നെ കർമ്മത്തെ ത്യജിച്ചവർ. അതുകൊണ്ട് അതും സാധ്യമാകും. സുഖബ്രഹ്മശ്രീയും മറ്റും ഉദാഹരണം പറയും. അതുകൊണ്ട് അങ്ങനെ ആ വ്യാഖ്യാനവും ശരിയാണ്. അങ്ങനെയും രണ്ടിനെയും സമർത്ഥിക്കുന്ന ഒരു പക്ഷവും ഉണ്ട്. രണ്ടുമാകാമെന്ന് പറയുന്നു. ഇവിടെ അടുത്ത് പറയുന്നു, നിത്യസന്യാസി യുവനദ്വേഷ്ടിന കാക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. കസ്മാത് ഇവിടെ പറഞ്ഞു കർമ്മസന്യാസത്തെക്കാൾ ശ്രേഷ്ഠം കർമ്മയോഗം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഇവിടെ ആരാണ്
സന്യാസി എന്ന് പറയുന്നു. സന്യാസിയുടെ ഒരു നിർവചനം ഇവിടെ ഭഗവാൻ കൊടുക്കുന്നതാണ്. ജ്ഞേയോ ജ്ഞാതവ്യ, മനസ്സിലാക്കണം. കർമ്മയോഗി നിത്യസന്യാസി. ഇവിടെ കർമ്മയോഗിയാണ് നിത്യസന്യാസി. ഇവിടെ കർമ്മയോഗിയും സന്യാസിയും ഒന്ന് തന്നെന്നാ പറയുന്നത് ഭഗവാൻ. എന്തുകൊണ്ട്? യോന ദേഷ്ടി കിഞ്ച് ന കാംക്ഷതി ദുഃഖസുഖി തസാധന ന ദേഷ്ടി ന കാംക്ഷതി. ഏതൊരുവനാണോ കർമ്മത്തെ കാക്ഷിക്കാത്തത്, കർമ്മത്തെ ദ്വേഷിക്കാത്തത്, അതാണ് പറയുന്നത് ന ദ്വേഷ്ടി കിഞ്ചിത് ന കാംക്ഷതി ദുഃഖസുഖേ തത് സാധന. ദുഃഖസുഖങ്ങൾ എന്ന് പറയുമ്പോൾ കർമ്മഫലത്തെ, തത് സാധനം എന്ന് പറയുമ്പോൾ കർമ്മത്തെ. കർമ്മത്തെയും കർമ്മഫലത്തെയും പ്രത്യേകിച്ചൊന്നും ആഗ്രഹിക്കുന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ത്യജിക്കുന്നതുമില്ല. നേരത്തെ പറഞ്ഞല്ലോ കർമ്മണ്യ അകർമ്മയെ പശ്യ, അതിന്റെ താല്പര്യം തന്നെയാണ്. അതിന് വിശേഷിച്ച് ഇവിടെ ഒന്ന് പറയുന്നു. സാധാരണ ചില കർമ്മങ്ങൾ, ചിലർ കർമ്മത്തെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, കർമ്മസന്യാസികൾ. ചിലർ കർമ്മത്തെ സ്വീകരിച്ച് അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് രണ്ടുമില്ല. ആണ് ഇവിടുത്തെ കർമ്മയോഗി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അയാൾ കർമ്മം ചെയ്യുന്നത് ആഗ്രഹപൂർവമായിട്ടല്ല, അതുപോലെ തന്നെ ദ്വേഷപൂർവമായി അയാൾ കർമ്മത്തെ ത്യജിക്കുന്നതുമില്ല. കർമ്മത്തെ സ്വധർമ്മം എന്നുള്ള നിലയ്ക്ക് അനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് പറയുന്നു ന ദ്വേഷ്ടി ന കാംക്ഷൻ. ഇതാണ് സന്യാസിയുടെ നിർവചനം. അപ്പോ ദ്വേഷിക്കാതെയും കാക്ഷിക്കാതെയും ഒരാൾ കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അയാൾ സന്യാസി തന്നെയാണ്. വെറും സന്യാസിയല്ല, നിത്യസന്യാസിയാണ് എന്നത്. അയാൾ സർവദാ സന്യാസി തന്നെയായിരിക്കുന്നു. അയാളുടെ സന്യാസത്തിന് കർമ്മം ചെയ്യുന്നതുകൊണ്ട് ന്യൂനതയൊന്നും വരുന്നില്ല. ചേവം വിധോയ കർമ്മണി വർത്തമാനോപി പറയുന്നു. അങ്ങനെയുള്ളവൻ കർമ്മത്തിലിരുന്നോട്ടെ, കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ഇരുന്നോട്ടെ. സ നിത്യസന്യാസി ജ്ഞാതവ്യ. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു അങ്ങനെയുള്ളവൻ കർമ്മത്തിൽ ഇരുന്നാലും അവൻ നിത്യസന്യാസിയാണ്. സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കർമ്മത്തെ മാറ്റിവെച്ചിട്ടിരിക്കുന്നവനല്ല. അവൻ എന്തുകൊണ്ട് നിത്യസന്യാസി ആയിരിക്കും? നിർദ്വന്ദ്. ഇതാണ് ദ്വന്ദ്വം. കാംക്ഷയും ദേഷ്യവും, അതാണ് ദ്വന്ദ്വം. അവൻ എന്ത് ചെയ്യുന്നു? നിർദ്വന്ദ്വനായിരിക്കുന്നു. ദ്വന്ദ്വർജിതോ ഹി യസ്മാ. അവൻ ദ്വന്ദ്വർജിതനായിരിക്കുന്നു. അവന് കാംക്ഷയുമില്ല, ദേഷ്യമില്ല. അവൻ കർമ്മത്തെ വെറുക്കുന്നില്ല, അവന് ദേഷ്യം. കർമ്മം ബുദ്ധിമുട്ടുള്ളതാണ്, കർമ്മം എന്റെ മോക്ഷത്തിന് തടസ്സമാണ് എന്ന് കരുതി അവൻ കർമ്മത്തെ വെറുക്കുന്നില്ല. അസീമ കുടുംബത്തിൽ കർമ്മങ്ങൾ വേണം എന്ന് പറഞ്ഞ് കർമ്മത്തെക്കുറിച്ച് അവന് ദുരാഗ്രഹങ്ങളുമില്ല. അങ്ങനെയുണ്ട്. സാധാരണ കർമ്മയോഗി എന്നൊരാൾ സ്വയം അവകാശപ്പെടുകയും അയാൾ കൂടുതൽ കർമ്മത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതും കർമ്മയോഗമല്ല. പിന്നെങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റും? സ്വധർമ്മം എന്നുള്ള നിലയ്ക്ക്, സ്വകർത്തവ്യം എന്നുള്ള നിലയ്ക്ക് മാത്രം ചെയ്യുന്നു. കർമ്മത്തോട് പ്രത്യേകിച്ച് മമതയുണ്ടായിട്ടില്ല. കർമ്മത്തോട് ദേഷ്യം തോന്നിയിട്ട് അതിനെ ഉപേക്ഷിക്കുന്നതുമില്ല. കർമ്മത്തോട് പ്രത്യേകിച്ച് മമതയുമില്ല. അങ്ങനെ സ്വധർമ്മമായി കർമ്മം അനുഷ്ഠിക്കുന്നതാണ് കർമ്മയോഗം. അവൻ ദ്വന്ദ്വർജനനായിരിക്കുന്നു. അവന്റെ ഉള്ളിൽ കാംക്ഷയും ദേഷ്യവുമില്ല. മഹാബാഹോ സുഖം ബന്ധാത് അനായാസേന പ്രമിച്ചിതേ. അവൻ അനായാസമായി അവന്റെ കർമ്മയോഗ അനുഷ്ഠാനം കൊണ്ട് ഇവിടെ പറയുന്നു സുഖമായി, അനായാസം. ആരാണോ ഒരു കർമ്മം ചെയ്യുന്നവൻ ഇങ്ങനെ ഒരു കർമ്മയോഗത്തിന്റെ നിലയിലേക്ക് എത്തിച്ചേരുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം മോക്ഷം അനായാസമാണ്. പലരും പറയുന്നത് ജ്ഞാനം ആണ് സുഖമുള്ളത്, കർമ്മയോഗം ദുഃഖകരമെന്നാണ്. കർമ്മയോഗം എന്ന് വെച്ചാൽ കർമ്മം ചെയ്യുന്നതിൻ്റെതായ ക്ലേശങ്ങൾ ഒരാൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് കർമ്മയോഗം വളരെ ക്ലേശഭൂയിഷ്ടമായ ഒരു മാർഗമെന്നാണ് എന്നാണ് സാധാരണ പറയുന്നത്. അതിനെ അപേക്ഷിച്ച് ജ്ഞാനം സുഖമുള്ളതാണ്. എന്തുകൊണ്ടാണ്? കർമ്മത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ ഫലമായി ഉണ്ടായി വരുന്ന ക്ലേശങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. ജ്ഞാനം എന്ന് പറയുമ്പോൾ
എന്തെങ്കിലും പുസ്തകമൊക്കെ വായിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് സുഖമാണ് എന്ന് പറയുന്നു. പക്ഷെ ഭഗവാൻ അങ്ങനെയാണ് പറയുന്നത്, സുഖം ബന്ധാ, സുഖമായി അനായാസമായി യാതൊരു ക്ലേശവും കൂടാതെ ബന്ധത്തിൽ നിന്ന് മോചിക്കുന്നു ആര്? കർമ്മയോഗി. കർമ്മയോഗം, സുഖമായ മോക്ഷത്തിന് കർമ്മയോഗം പര്യാപ്തമാണ് എന്നാണ്. അവൻ നിത്യസന്യാസിയുമാണ്. അപ്പൊ ഇവിടെ കർമ്മയോഗിയെയും കർമ്മസന്യാസിയെയും ഒന്നായിട്ടാണ് ഭഗവാൻ അവതരിപ്പിക്കുന്നത്, രണ്ടല്ല. എന്തുകൊണ്ട്? കർമ്മയോഗി തന്നെ കർമ്മസന്യാസിയുമാണ്. അതാണ് ന്യൂയസം നിത്യസന്യാസി എന്ന് പറഞ്ഞിരിക്കുന്നത്. യഹ ന ദ്വേഷ്ടി ന കാംക്ഷതി. യഹ ഏതൊരുവനാണോ ന ദ്വേഷ്ടി കാക്ഷിക്കാതെയും ദ്വേഷിക്കാതെയും ന കാംക്ഷതി കാക്ഷിക്കാതെയും ഇരിക്കുന്നത് സ നിത്യസന്യാസി ജ്ഞേയ അവനാണ് നിത്യസന്യാസി. മഹാബാഹു അല്ലയോ അർജുന, ഹി യസ്മാ എന്തുകൊണ്ടെന്നാൽ സഹ അവൻ നിർദ്വന്ദ്, അവൻ നിർദ്വന്ദ്വനാണ്, ദ്വന്ദ്വത്തെ അതിക്രമിച്ചവനാണ്. ദ്വന്ദ്വമാണ് ബന്ധനം, അതിനവൻ അതിക്രമിച്ചിരിക്കുന്നു. അവൻ ബന്ധ, ഈ ബന്ധത്തിൽ നിന്നും സുഖം അനായാസമായി ക്ലേശങ്ങൾ കൂടാതെ പ്രമുച്ചതി പൂർണ്ണമായും മുക്തനാകുന്നു. പൂർണ്ണമായ മുക്തിക്ക് കർമ്മയോഗം വേണം. കർമ്മയോഗം പര്യാപ്തമാണ് എന്നാണ്. നിത്യസന്യാസി യോനദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. അത് മാത്രമല്ല, ഇതെല്ലാം വേറെ വേറെയാണെന്ന് കരുതുന്നത് അബദ്ധമാണെന്നാണ് അടുത്ത് പറയുന്നത്. സാഖ്യയോഗോ പൃഥക് ബാലാഃ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിതഃ സമ്യക് ഉഭയോർവിന്ദതേ ഫലം. സന്യാസ കർമ്മയോഗയോർ ഭിന്ന പുരുഷാനുഷ്ഠേയോർ വിരുദ്ധയോഹോ ഫലേപി വിരോധോ യുക്തഃ. ഇവിടെ ഭാഷ്യകാരൻ ആദ്യം തന്റെ സിദ്ധാന്തം പറയുകയാണ്. ഈ ശ്ലോകം കേൾക്കുമ്പോൾ ആചാര്യസ്വാമികളുടെ സിദ്ധാന്തത്തിന് വിരുദ്ധമാണെന്ന് കേൾവി തോന്നും. അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടി ആദ്യം പറയുകയാണ് സന്യാസ കർമ്മയോഗവും, ഈ സന്യാസവും കർമ്മയോഗവും ഭിന്ന പുരുഷാനുഷ്ഠേയോ, ഇതുവരെ ചർച്ച ചെയ്തതാണ്, ഇതൊരിക്കലും ഒരു വ്യക്തിക്ക് അനുഷ്ഠിക്കാൻ സാധ്യമല്ല. വിരുദ്ധയോ, ഇത് പരസ്പര വിരുദ്ധമാണ്. ഫലേ വിരോധയുക്തി, ഇതിന്റെ ഫലവും വിരുദ്ധമാണ്. കർമ്മയോഗത്തിന്റെ ഫലം ചിത്തശുദ്ധിയാണ്, സന്യാസം ജ്ഞാനസഹിതമാണ്, അതിന്റെ ഫലം മോക്ഷമാണ്. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ ഫലമുള്ള പരസ്പര വിരുദ്ധങ്ങളായിരിക്കുന്ന ഈ സന്യാസവും കർമ്മയോഗവും അങ്ങനെയിരിക്കെ നതു ഉഭയോർ നിശ്രേയസകരത്വം ഏവ, ഇത് രണ്ടും മോക്ഷത്തിനുതകുന്നതല്ല. രണ്ടും ഒരുമിച്ച് എന്നുവെച്ചാൽ സന്യാസം മോക്ഷത്തിനുതകും, കർമ്മയോഗം നേരിട്ട് മോക്ഷത്തിന് ഉപകരിക്കുന്നില്ല. ഇതി പ്രാപ്തേ ഇതമുച്യതേ സാഖ്യയോഗവും സാഖ്യയോഗവും പൃഥക് വിരുദ്ധ ഭിന്നഫലവും. സാഖ്യയോഗവും പൃഥക് ബാലാഹ പ്രവദന്തി എന്നാണ് ശ്ലോകത്തിൽ. സാഖ്യവും യോഗവും പൃഥക് വേറെ വേറെയാണെന്ന് ബാലന്മാർ, അറിവില്ലാത്തവർ പറയുന്നു. അങ്ങനെ പറയുന്നവർ ന പണ്ഡിതാഹ, പണ്ഡിതന്മാരല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനെ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? സാഖ്യയോഗവും പൃഥക്, പൃഥക് എന്ന് പറയുന്നതിനെ അതിനെ ഫലത്തോട് യോജിപ്പിച്ചിട്ടാണ് ആചാര്യസ്വാമികൾ വ്യാഖ്യാനിക്കുന്നത്. പൃഥക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ അർത്ഥം വേറെ എന്നാണ്. ഇതം അസ്മാത് പൃഥക് എന്ന് പറഞ്ഞാൽ ഇത് അതിൽ നിന്ന് വേറെയാണ്.
പൃഥക് എന്ന് പറയുന്ന ശബ്ദത്തിന് നമ്മൾ മലയാളത്തിൽ വേറെ എന്ന് പറയുന്ന അർത്ഥമാണ്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? പൃഥക് എന്ന് പറഞ്ഞാൽ വിരുദ്ധ ഭിന്ന ഫലവും എന്ന് വ്യാഖ്യാനിക്കുന്നു. സാങ്ക്യത്തിനും യോഗത്തിനും ഭിന്നമായ ഫലമാണ് എന്ന് പറയുന്നവൻ അറിവില്ലാത്തവനാണ് എന്നാണ്. ബാലാഹ പ്രവദന്തിന പണ്ഡിതാഹ അന്ന് പറയുന്നവൻ അറിവില്ലാത്തവനാണ്. അപ്പോൾ പൃഥക് എന്ന് പറയുന്ന ശബ്ദത്തിന് വേറെ ഫലം എന്നർത്ഥമെടുത്തിട്ട് സാങ്ക്യത്തിനും യോഗത്തിനും ആത്യന്തികമായിട്ടൊരു ഫലം തന്നെ, എന്താണ്? മോക്ഷം. അതുകൊണ്ട് ഇതിനെല്ലാം വേറെ ഫലമാണെന്ന് പറയുന്നത് അറിവില്ലാത്തവരാണ്. പണ്ഡിതാസ്തു ജ്ഞാനിനഃ ഏലം ഏകം ഫലം അവിരുദ്ധമിച്ഛന്തി. അപ്പൊ ആ ഫലത്തിന്റെ തലത്തിലേക്ക് യോജിപ്പിച്ചിട്ടാണ് ഭാഷ്യകാരൻ ഈ ശ്ലോകാർത്ഥത്തെ സമന്വയിപ്പിക്കുന്നത്. പണ്ഡിതന്മാർ, ജ്ഞാനികൾ എന്ന് പറയുന്നു ഏകം ഫലം അവിരുദ്ധമിച്ഛന്തി. രണ്ടിനും ഒരു ഫലമുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? സാങ്ക്യത്തിന്റെ ഫലവും ഈ കർമ്മയോഗത്തിന്റെ ഫലവും മോക്ഷം തന്നെയാണ്. ഈ കർമ്മയോഗത്തിന്റെ ഫലം, കർമ്മയോഗവും ഫലത്തെ ഉണ്ടാക്കും, ബന്ധനത്തെ ഉണ്ടാക്കും. അങ്ങനെയില്ല, രണ്ടിന്റെയും ഫലം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് ഫലത്തിന്റെ തലത്തിൽ ഇവിടെ ആചാര്യസ്വാമികളുടെ സിദ്ധാന്തത്തിന് വിരുദ്ധമാണെന്ന് വരുന്നതിനെ, ആ വിരോധത്തെ പരിഹരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഭാഷ്യകാരൻ പറയുന്നത്? സാങ്ക്യത്തിന്റെയും യോഗ്യത്തിന്റെയും ഫലം ഒന്ന് തന്നെ, എന്നുവെച്ചാൽ മോക്ഷഫലം തന്നെയാണ്. അത് വേറെ വേറെയാണെന്ന് പറയുന്നെങ്കിൽ അത് അറിവില്ലാത്തവരാണ് പറയുന്നത് എന്നാണ്. കഥം എങ്ങനെ? ഏകമപി സാഖ്യയോഗയോ സമ്യക് ആസ്ഥിത സമ്യക് അനുഷ്ഠിതവാൻ. ഇവിടെ ശ്ലോകത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ഏകമപി ആസ്ഥിത സമ്യക്, ഏതെങ്കിലും ഒന്ന് സമ്യക് ആസ്ഥിത, സമ്യക് നല്ലവണ്ണം ആസ്ഥിത അനുഷ്ഠിക്കപ്പെട്ടാൽ, സാങ്ക്യത്തിനും യോഗത്തിനും ഏതെങ്കിലും ഒന്ന് നല്ലവണ്ണം നിറവേറ്റിക്കഴിഞ്ഞാൽ ഉഭയോഹോ ഫലം വിന്ദതി എന്നാണ്. രണ്ടിന്റെയും ഫലം കിട്ടുന്നു. ഒന്നിൽ നിന്ന് തന്നെ രണ്ടിന്റെയും ഫലം കിട്ടുന്നു. ഇതാണ് ശ്ലോകാർത്ഥം. സാങ്ക്യവും യോഗവും രണ്ടിലേതെങ്കിലും ഒന്ന്, ആസ്ഥിത എന്ന് വെച്ചാൽ ചെയ്യുക, അനുഷ്ഠിക്കുക. ഏകമപി സമ്യക് ആസ്ഥിത, ഏതെങ്കിലും ഒന്ന് നല്ലവണ്ണം ചെയ്തു കഴിഞ്ഞാൽ ഉഭയോഹോ ഫലം വിന്ദതി, രണ്ടിന്റെയും ഫലം കിട്ടും എന്നാണ്. ഭാഷ്യകാരൻ ഇവിടെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ഉഭയോഹോ വിന്ദതേ ഫലം, ഉഭയോഹോ തദേഹി നിശ്രേയസം ഫലം, അതോ ന ഫലോ ഫലേ വിരോധോ അസ്തി. ഏകമപി സാഖ്യയോഗയോഹോ സമ്യകാസ്ഥിത, രണ്ടിലേതെങ്കിലും ഒന്ന് നല്ലവണ്ണം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സമ്യക് അനുഷ്ഠിതവാൻ, ഉഭയോഹോ വിന്ദതേ ഫലം, ഉഭയോഹോ രണ്ടിന്റെയും ആ ഫലം, തദേവഹി നിശ്രേയസം ഫലം, രണ്ടിനും ആത്യന്തികമായ ഫലം ഒന്ന് തന്നെ, അതോ ന ഫലേ വിരോധോ അസ്തി, അതുകൊണ്ട് ഫലത്തിൽ വിരോധമില്ല. അതായത് യോഗത്തിന്റെ ഫലമായി സാധാരണ ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? ചിത്തശുദ്ധിയാണ്. ചിത്തശുദ്ധിയിലൂടെ പിന്നെ ജ്ഞാനം, ജ്ഞാനത്തിലൂടെ മോക്ഷമാണ്. ഇവിടെ ഇപ്പോൾ ഭാഷ്യകാരൻ പറയുന്നത് രണ്ടിന്റെയും ഫലം ഒന്ന് തന്നെ. എന്തുകൊണ്ട്? യോഗം ചിത്തശുദ്ധിയിലൂടെ ജ്ഞാനത്തിലൂടെ മോക്ഷത്തെ എത്തിക്കുന്നു. അപ്പോൾ യോഗത്തിന്റെയും ഫലം എന്തായി? മോക്ഷം തന്നെ. പരമ്പരയായിട്ടാണെങ്കിലും അതാണല്ലോ ആത്യന്തികമായ ഫലം. അതുകൊണ്ട് കർമ്മയോഗത്തിന്റെയും തത്വജ്ഞാനത്തിന്റെയും ഫലം മോക്ഷം തന്നെ. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് അനുഷ്ഠിച്ചു കഴിഞ്ഞാലും രണ്ടിന്റെയും ഫലം കിട്ടുമെന്ന് പറയുന്നതും ശരി തന്നെയാണ്. ഉഭയോഹോ വിന്ദതേ ഫലം, ഉഭയോഹോ തദേവഹി നിശ്രേയസം ഫലം, അതോ ന ഫലേ വിരോധോ അസ്തി, അതുകൊണ്ട് ഫലത്തിൽ വിരോധമില്ല. നന് സന്യാസ കർമ്മയോഗ ശബ്ദേന പ്രസ്തുത്യ സാഖ്യയോഗയോ ഫലൈകത്വം കഥമിഹ അപ്രകൃതം ബ്രവീതി. അപ്പോ തന്റെ വ്യാഖ്യാനം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ചോദ്യം വരികയാണ്. നേരത്തെ അർജുനൻ ചോദിച്ചത് സന്യാസ കർമ്മയോഗസ്ഥ നിശ്രേയസകരാവുഭവം എന്നാണ്. സന്യാസവും കർമ്മയോഗവും മോക്ഷത്തെ കൊടുക്കുമെങ്കിൽ എന്ന് പറഞ്ഞു. അതിൽ
കർമ്മയോഗം കർമ്മസന്യാസത്തെക്കാൾ ശ്രേഷ്ഠമെന്ന് പറഞ്ഞു. ഇത് ഇവിടെ വന്നിട്ട് സാഖ്യവും യോഗവും എന്ന് പറഞ്ഞു. ഇതെന്താണ് ഇവിടെ വന്നപ്പോൾ വിഷയം മാറിയെന്നാണ് ചോദിക്കുന്നത്. സന്യാസ കർമ്മയോഗ ശബ്ദേന പ്രസ്തുത്യ, സന്യാസവും കർമ്മയോഗവും എന്ന് ആരംഭിച്ചിട്ട് സാഖ്യയോഗയോഹോ ഫലേകത്വം, സാഖ്യത്തിനും യോഗത്തിനും ഒരേ ഫലമെന്ന് എന്തിനു പറയണം? അപ്രകൃതം പ്രവീത്, അത് പറയേണ്ട സന്ദർഭമുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യേണ്ടത് കർമ്മസന്യാസവും കർമ്മയോഗവുമാണ്. പക്ഷെ ഇവിടെ ഭഗവാൻ വന്നിട്ട് സാഖ്യവും യോഗവും പറയുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുന്നു. നേഷദോഷ, സമാനം പറയുന്നു നേഷദോഷ. യദ്യപി അർജുനേന സന്യാസം കർമ്മയോഗം കേവലം ആശ്രിത്യ പ്രശ്ന കൃത. അർജുനൻ ചോദിച്ചത് ശരി തന്നെയാണ്. സന്യാസത്തെയും കർമ്മയോഗത്തെയും ആശ്രയിച്ചിട്ടാണ് ചോദിച്ചത്. ഭഗവാൻ ഭഗവാൻ എന്ത് ചെയ്തു? തദപരിത്യാഗേനൈവ, അതിനെ വിടാതെ തന്നെ സ്വാഭിപ്രേതം ച വിശേഷം സംയോജിച്ച, തന്റെ അഭിപ്രായമായി മറ്റു ചിലതുകൂടി കൂട്ടിച്ചേർത്തിട്ട് ശബ്ദാന്തരവാച്യതയാ, അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ശബ്ദം ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് കർമ്മയോഗം സന്യാസം എന്നുള്ളത് വിട്ടിട്ട് കർമ്മയോഗവും സാഖ്യവും എന്നാണ്. എന്തിനും ഞാനും കൂടെ ഭഗവാനെ കൂട്ടിച്ചേർക്കണം. പ്രതിവചനം തതു സാഖ്യയോഗവും ഇരി തൗ ഏവ സന്യാസ കർമ്മയോഗോ ജ്ഞാനത്തതുപായ സമബുദ്ധിത്വാദി സംയുക്തോ സാഖ്യയോഗ ശബ്ദവാച്യോ ഇരി പറയുന്നു. നേരത്തെ പറഞ്ഞ അർജുനൻ പറഞ്ഞതായ സന്യാസവും കർമ്മയോഗവും തന്നെയാണ്. സന്യാസത്തിനോടുകൂടി ജ്ഞാനവും കർമ്മയോഗത്തോടുകൂടി തതുപായ സമബുദ്ധിത്വാദി, ജ്ഞാനത്തിന് ഉപകരിക്കുന്നതായ സമബുദ്ധിത്വവും മറ്റും സംയുക്തവും. അർജുനൻ തന്റെ നിലയിൽ നിന്നുകൊണ്ട് ചോദ്യം ചോദിച്ചു, ഭഗവാൻ തന്റെ നിലയിൽ നിന്നുകൊണ്ട് മറുപടി പറയുന്നു എന്നാണ്. അർജുനൻ ഇത്രേ ചോദിച്ചുള്ളൂ, കർമ്മയോഗവും കർമ്മസന്യാസവും. ഭഗവാൻ അതിനെ എന്ത് ചെയ്തു? സാഖ്യം യോഗം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അവിടെ സന്യാസം എന്ന് പറഞ്ഞാൽ അതിനോടുകൂടി ജ്ഞാനം കൂടെ കൂട്ടിച്ചേർക്കുന്നു. ഒരു സന്യാസമല്ല. കർമ്മയോഗം എന്ന് പറഞ്ഞാലോ ആ കർമ്മയോഗത്തിനോടുകൂടി വിവേകം കൂടി കൂട്ടിച്ചേർക്കണം, സമത്വ ബുദ്ധിയും മറ്റും. അപ്പൊ അതുകൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഭഗവാൻ മറുപടി പറയുന്നത്. അപ്പൊ ജ്ഞാനസഹിതമായ സന്യാസം, വിവേകസഹിതമായ കർമ്മയോഗം, അതിനെയാണ് സാഖ്യയോഗ ശബ്ദവാച്യവും സാഖ്യയോഗ ശബ്ദങ്ങളെ കൊണ്ട് ഇവിടെ പറയുന്നത്. ഭഗവതോ മതം അതോ നാപ്രകൃത പ്രക്രിയ. അതുകൊണ്ടെന്താണ് സന്ദർഭത്തിന് യോജിക്കാത്ത മറുപടിയല്ല ഭഗവാൻ പറയുന്നത്. അർജുനൻ ചോദിച്ച ചോദ്യം തന്നെ അതിനെ ഒന്നുകൂടി ഒന്ന് പരിഷ്കരിച്ചു. അർജുനൻ കർമ്മമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അതിനോടുകൂടി വിവേകം കൂടി കൂട്ടിച്ചേർത്തു. കർമ്മസന്യാസം എന്ന് പറഞ്ഞപ്പോൾ അതിനോടുകൂടി ജ്ഞാനം കൂടി കൂട്ടിച്ചേർത്തു. എന്നിട്ടിവിടെ പറയുന്നു എന്താണ്? ഇതിന്റെ എല്ലാം ഫലം ഒന്ന് തന്നെ, ആത്യന്തികമായി ഫലം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇത് രണ്ടും രണ്ടല്ല. ഒരേ ഫലത്തെ കൊടുക്കുന്ന രണ്ട് സാധന മാർഗങ്ങൾ വാസ്തവത്തിൽ രണ്ടല്ല, ഒന്ന് തന്നെ. അങ്ങനെ ഫലത്തിന്റെ ദൃഷ്ടിയിലാണ് ഇത് രണ്ടും ഒന്നെന്ന് പറയുന്നത് എന്നാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. അല്ലെങ്കിൽ സാഖ്യമാർഗവും യോഗമാർഗവും ഒന്നെന്ന് അങ്ങനെ പറയാൻ പറ്റും എന്നാണ്. അത് ഒന്നെന്ന് പറയണമെങ്കിൽ ഒരു കാര്യം കൊണ്ടേ പറയാൻ പറ്റും. രണ്ടും മാർഗം ഒന്നാണെങ്കിൽ പിന്നെ സാഖ്യമൊന്നും യോഗമൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അതിനെ പറയണം. അതാണ് ഭാഷ്യകാരന്റെ യുക്തി. രണ്ടും ഒരേ മാർഗമാണെങ്കിൽ പിന്നെ അതിന് സാഖ്യമൊന്നും യോഗമൊന്നും ഇതിന് ഇത്രയും വിശദീകരിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും രണ്ട് മാർഗങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും അതിനെവിടെ ഒന്നെന്ന് പറയുന്നു. അറിവുള്ളവർ അതിനെ ഒന്നെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? രണ്ടും ഒരു ഫലത്തെ കൊടുക്കുന്നുണ്ട്. എന്താണ് ഫലം? മോക്ഷഫലം. ഇപ്പോൾ സാഖ്യം സന്യാസ സഹിതമായ ജ്ഞാനം, യോഗം വിവേകപൂർവകമായ കർമ്മയോഗാനുഷ്ഠാനം, ഇത് രണ്ടും പരമാർത്ഥത്തിൽ ഒരു ഫലത്തെ കൊടുക്കുന്നതുകൊണ്ട് ഒന്നാണ്. അതുകൊണ്ട് ഇത് ശരിയായ രീതിയിൽ ഒന്ന് അനുഷ്ഠിച്ചാൽ തന്നെ രണ്ടിന്റെയും ഫലമായ മോക്ഷത്തെ കിട്ടും എന്ന് അർജുനനോട് പറയുമ്പം അർജുനനോട് എന്താണ് പറയുന്നത്? നീ അധികാരിയായിരിക്കുന്നത് ഈ വിവേകപൂർവകമായ കർമ്മയോഗ അനുഷ്ഠാനത്തിനാണ്. അതുകൊണ്ട് ഇത് അനുഷ്ഠിച്ചാൽ തന്നെ നിനക്ക് ഈ കർമ്മസന്യാസത്തിന്റെ ഫലമായ മോക്ഷത്തെ കിട്ടും എന്നാണ് ഭാഷ്യകാരൻ പറയുമ്പോൾ. ആ കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ ചിത്തശുദ്ധി വന്ന് സന്യാസവും
ജ്ഞാനവുമെല്ലാം സംഭവിച്ച് മോക്ഷത്തെ പ്രാപിക്കും എന്നാണ്. അതാണ് അതിന്റെ അദ്വൈത സിദ്ധാന്തമനുസരിച്ചുള്ള വ്യാഖ്യാനം. മറ്റുള്ളവരെല്ലാം ഇത് അല്പം മാറ്റി വ്യാഖ്യാനിക്കും. ഭാഷ്യകാരന്റെ വ്യാഖ്യാനം ഇതാണ്. അപ്പോൾ ഇത് ശ്ലോകം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന അർത്ഥം ഇതാണ്: സാഖ്യവും യോഗവും വേറെ വേറെ എന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, രണ്ടിന്റെയും ഫലം കിട്ടുമെന്നാണ്. അപ്പോൾ ആ പ്രതീതമാകുന്ന വിരോധം, ഒരാൾക്ക് വായിക്കുമ്പോൾ തോന്നുന്ന വിരോധം, അദ്വൈതവുമായി വരുന്ന വിരോധം, അതിനെ ഭാഷ്യകാരൻ പരിഹരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ സാഖ്യവും യോഗവും ഒന്നെന്ന് പറഞ്ഞത് അതിന്റെ രണ്ടിന്റെയും ഫലം ഒന്നായതുകൊണ്ടാണ്. എന്ത്? രണ്ടിന്റെയും മുഖ്യമായ ഫലമായ മോക്ഷം എന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിലൊന്നനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതും ആത്യന്തികമായി ആ ഫലം കിട്ടും. അപ്പോൾ കർമ്മയോഗം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സന്യാസവും ജ്ഞാനവും കൂടാതെ ഫലം കിട്ടുമെന്ന് ശങ്കരാചാര്യർ പറയത്തില്ല. കർമ്മയോഗം അനുഷ്ഠിച്ചു കഴിഞ്ഞാലും ജ്ഞാനം പ്രാപിച്ച് മോക്ഷത്തെ പ്രാപിക്കാം. അതുകൊണ്ട് അർജുനന്റെ മനസ്സിൽ സംശയം വരാം, താനിപ്പോൾ കർമ്മസന്യാസത്തിനാണ് വരുമ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് മോക്ഷം ലഭിക്കുമോ? പറയുന്നു, അതിന് കർമ്മസന്യാസം വേണ്ട, നിന്നെ സംബന്ധിച്ച് കർമ്മയോഗം മതി. ആ കർമ്മയോഗം കൊണ്ട് തന്നെ നിനക്ക് കർമ്മസന്യാസത്തിന്റെ ഫലമായ മോക്ഷത്തെ കിട്ടും എന്ന് പറഞ്ഞ് അർജുനനെ തൽക്കാലം കർമ്മസന്യാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. ആ രീതിയിലാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. മറ്റു തരത്തിലും ഇതിന്റെ വ്യാഖ്യാനങ്ങളുണ്ട്, അതൊക്കെ വായിച്ചു പോകും. സാഖ്യവും യോഗവും പൃഥക് വേറെ വേറെയാണെന്ന് ബാലാഹ പ്രവദന്തി, അറിവില്ലാത്തവർ പറയുന്നു. പണ്ഡിതാഹ ന പ്രവദന്തി, അറിവുള്ളവർ അങ്ങനെ പറയുന്നില്ല. ഏകമപി സമ്യക് ആസ്ഥിത, ഒന്ന് നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെട്ടാൽ ഉഭയോഹോ ഫലം വിന്ദതേ, ഈ രണ്ടിന്റെയും ഫലം ഒന്നുകൊണ്ട് തന്നെ കിട്ടും എന്നാണ്. സാഖ്യയോഗോ പൃഥക് ബാല പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിത സമ്യക് ഉഭയോർവിന്ദതേ ഫലം യസ്സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരപി ഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. ഭാഷ്യം: ഏകസ്യാപി സമ്യക് അനുഷ്ഠാനാത് കഥം ഉഭയോഹോ ഫലം വിന്ദതി. ഒന്ന് നല്ലവണ്ണം ചെയ്തു കഴിഞ്ഞാൽ മറ്റത് ചെയ്യുന്നതിന്റെയും കൂടി ഫലം കിട്ടുമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? വീണ്ടും അതിനെ ഫലവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. ഇതുവരെയുള്ള വ്യാഖ്യാനം അനുസരിച്ച് ഇവിടെ ആ ഫലത്തെ മുൻനിർത്തിയേ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കാൻ പറ്റും. ഇത്യുച്യതേ യസ്സാഖ്യൈഃ ജ്ഞാനനിഷ്ഠൈഃ സന്യാസിഭിഃ പ്രാപ്യതേ സ്ഥാനം മോക്ഷാഖ്യം തദ് യോഗീരഭിഃ ജ്ഞാനപ്രാപ്തി ഉപായത്വേന ഈശ്വരേ സമർപ്യ കർമ്മണ്യാത്മനഃ ഫലം അഭിസന്ധായ അനുതിഷ്ഠന്തി യേതേ യോഗിനഃ. യസ്സാഖ്യൈഃ ജ്ഞാനനിഷ്ഠൈഃ സന്യാസിഭിഃ പ്രാപ്യതേ സ്ഥാനം മോക്ഷാഖ്യം. ജ്ഞാനനിഷ്ഠന്മാരായ സന്യാസിമാർ പ്രാപിക്കുന്നതായ ഫലം എന്താണത്? മോക്ഷം. തത് യോഗൈരവി ഗമ്യത, അത് കർമ്മയോഗം കൊണ്ട് നേടുന്നു എന്നാണ്. യോഗൈരവി എന്ന് വെച്ചാൽ യോഗമനുഷ്ഠിക്കുന്നവരാലും ജ്ഞാനപ്രാപ്തി ഉപായത്വേന, അത് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്ന എന്താണ്? ആ യോഗം എന്ന് പറയുന്നത് ജ്ഞാനപ്രാപ്തിക്ക് ഉപായമാണ്. യോഗാനുഷ്ഠാനത്തിലൂടെ ജ്ഞാനപ്രാപ്തി, ജ്ഞാനപ്രാപ്തിയിലൂടെ മോക്ഷം പരമ്പരയായിട്ട്. ഈശ്വരേ സമർപ്യ കർമാണി,
ആത്മനഃ ഈശ്വരനിൽ കർമ്മങ്ങളെല്ലാം സമർപ്പിച്ച് ആത്മനഃ ഫലം അനഭിസന്ധായ സ്വഫലത്തെ ആഗ്രഹിക്കാതെ യേ അനുതിഷ്ഠന്തി തേ യോഗിനഃ ആരാണോ അനുഷ്ഠിക്കുന്നത് അവരാണ് യോഗിമാർ. തൈരപി പരമാർത്ഥജ്ഞാന സന്യാസപ്രാപ്തിദ്വാരേണ ഗമ്യതയിത്വഭിപ്രായം. അവരും എന്ത് ചെയ്യുന്നു? പരമാർത്ഥജ്ഞാന സന്യാസപ്രാപ്തിദ്വാരേണ ഗമ്യതി. അവരും പരമാർത്ഥ ജ്ഞാനം, സന്യാസം ഇതെല്ലാം നേടി അവിടെ എത്തിച്ചേരുന്നു എന്നാണ്. സാഖ്യന്മാര് എന്തിനെയാണോ പ്രാപിക്കുന്നത് അതിനെ യോഗികളും പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നേരിട്ട് പ്രാപിക്കുന്നു എന്ന് ആചാര്യസ്വാമികൾ അംഗീകരിക്കത്തില്ല. ആ യോഗം കൊണ്ട് തൈരവി ആ യോഗികളും ഫലത്തെ ആഗ്രഹിക്കാതെ കർമ്മങ്ങളെ ഈശ്വരന് സമർപ്പിച്ച് ചെയ്യുന്നവരും ഈശ്വരെ സമർപ്പിക്കുക. അവിടെ പ്രത്യേകം പറയുന്നു, ശ്രദ്ധിക്കും. ജ്ഞാനപ്രാപ്തിയുടെ ഉപായമായി കർമ്മത്തെ ഈശ്വരന് സമർപ്പിച്ചിട്ട്, എന്നുവെച്ചാൽ കർമ്മയോഗത്തിൽ അതുകൂടി വേണം, ഈശ്വരന് സമർപ്പണം കൂടെ വേണം. മുമ്പ് ചിലർക്ക് സംശയമുണ്ടായി, ഈശ്വരനെ അറിയാതെ കർമ്മയോഗം സാധിക്കുമോ? അങ്ങനെ സംശയമുള്ളവർ ഇവിടെ ശ്രദ്ധിച്ചോണം. ഈശ്വരെ സമർപ്പിക്കും. ഈശ്വരന് കർമ്മങ്ങളെ സമർപ്പിച്ചിട്ട് ഫലത്തെ ആഗ്രഹിക്കാതെ അനുതിഷ്ഠന്തി അവരാണ് കർമ്മയോഗികൾ. അവരും എങ്ങനെ ആ സ്ഥാനത്ത് പ്രാപിക്കും? പരമാർത്ഥജ്ഞാന സന്യാസപ്രാപ്തിദ്വാരയാണ്. അവർക്ക് പരമാർത്ഥ ജ്ഞാനത്തെ പ്രാപിക്കണം. ഒരു സമത്വവും എല്ലാം ശീലിക്കുന്നുണ്ടെങ്കിലും അതുപോലെ പരമാർത്ഥ ജ്ഞാനത്തെ അവർ പ്രാപിക്കണം. അത് സ്വാനുഭവമാകും. സന്യാസവും വേണം. അക്കാര്യത്തിൽ ആചാര്യസ്വാമികൾക്ക് നിർബന്ധമാണ്. കർമ്മത്തെ ത്യജിക്കുകയും വേണം. അങ്ങനെ അവരും എന്ത് ചെയ്യുന്നു? ഈ സാഖ്യന്മാരുടെ സ്ഥാനത്തെ പ്രാപിക്കുന്നു. അത് ഏകം സാഖ്യം യോഗം ചെയ്യ പശ്യതി ഫലേകത്വം. അതുകൊണ്ടെന്താണ് ഏകം സാഖ്യം യോഗം ചെയ്യ പശ്യതി? സാഖ്യവും യോഗവും ഒന്ന് തന്നെ എന്ന് പറയുന്നത് ഫലം ഒന്നായതുകൊണ്ടെന്നാണ്. അല്ലാതെ സാഖ്യവും യോഗവും എന്ന് പറയുന്ന മാർഗം ഒന്നായതുകൊണ്ട് അല്ലെന്നാണ്. ഇതാണ്. അതായത് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏകം സാഖ്യം ച യോഗം ച. സാഖ്യവും യോഗവും ഒന്ന് തന്നെ, പരമാർത്ഥത്തിൽ രണ്ടല്ല. ഭാഷ്യകാരൻ എന്താണ് പറയുന്നത്? സാഖ്യവും യോഗവും ഒന്ന് തന്നെ എന്ന് പറയാൻ കാരണം ഇതിന്റെ ഫലം ഒന്നായതുകൊണ്ടാണ്. അതായത് സാഖ്യമൊന്നും യോഗമെന്നും പറയുന്ന ഈ മാർഗം രണ്ട് തന്നെയാണ് ആണ് ഭാഷ്യകാരൻ പറയുന്നത്. രണ്ടും ഒന്നല്ല. അദ്വൈത സിദ്ധാന്തത്തിലെ മുഖ്യമായൊരു ശങ്കരാചാര്യരുടെ ഒരു നിർബന്ധമാണ്. അതെന്താണ്? സാഖ്യവും യോഗവും ഒരിക്കലും ഒന്നാകത്തില്ല. സാഖ്യം വേറെ, യോഗം വേറെ. പക്ഷെ ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സാഖ്യം യോഗം ചെയ്യ പശ്യതി. സാഖ്യവും യോഗവും ഒന്ന് തന്നെ എന്നാരാണോ മനസ്സിലാക്കുന്നത് അവനെ താൻ പറയുന്നത് മനസ്സിലാവുന്നുള്ളൂ എന്നാണ്. അതിന് ഭാഷ്യകാരൻ എന്താണ് പറയുന്നത്? അങ്ങനെ പറയാൻ കാരണം ഈ സാഖ്യത്തിന്റെയും യോഗത്തിന്റെയും ഫലം ഒന്നാണ്. അതുകൊണ്ടാണ് ഫലം ഒന്നായതുകൊണ്ട് ആ സാധനാ മാർഗത്തെയും ഒന്നെന്ന് പറയുന്നു എന്നാണ്. പക്ഷേ ഭാഷ്യകാരൻ പറയുന്നത് മറ്റു ചില വ്യാഖ്യാതാക്കൾ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് ഇവിടെ ഭാഷ്യകാരൻ പക്ഷപാതപരമായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇവിടെ ഭഗവാന്റെ അഭിപ്രായം എന്താണ്? സാഖ്യവും യോഗവും ഒന്നെന്ന് പറഞ്ഞാൽ അത് ഒന്നെന്ന് തന്നെ. അത് ഫലത്തിന്റെ ദൃഷ്ടിയിലല്ല, സാധനയുടെ ദൃഷ്ടിയിലും രണ്ടും ഒന്ന് തന്നെയാണ്. സാഖ്യത്തെയും യോഗത്തെയും വേർതിരിക്കാൻ കഴിയത്തില്ല. സാഖ്യം എന്ന് പറയുന്നത് തത്വജ്ഞാനം, യോഗം എന്ന് പറയുന്നത് കർമ്മയോഗം. ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്ന് ഒരു മാർഗമേ ഉള്ളൂ, രണ്ട് മാർഗമില്ല. അതാണ് ഗീതയുടെ മുഖ്യമായ സിദ്ധാന്തം എന്ന് പറഞ്ഞ് ആചാര്യസ്വാമികളെ ഖണ്ഡിക്കുന്ന വ്യാഖ്യാതാക്കളും ഉണ്ട്. പക്ഷെ ആചാര്യസ്വാമികൾ അത് അംഗീകരിക്കത്തില്ല. അദ്വൈത സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഏത് സ്ഥാനം സാഖ്യൈ പ്രാപ്യതേ, ഏതൊരു സ്ഥാനത്തെയാണോ സാഖ്യന്മാർ പ്രാപിക്കുന്നത് തത് ആ സ്ഥാനം യോഗൈരവിഗമ്യതേ, യോഗിമാരും പ്രാപിക്കുന്നു ഒരേ സ്ഥാനത്തെ തന്നെ. അതുകൊണ്ട് അവിടെ രണ്ടിന്റെയും ഫലം ഒന്നായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഏത് സ്ഥാനമാണോ സാഖ്യന്മാർ പ്രാപിക്കുന്നത് അത് തന്നെ യോഗികളും പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ
അവിടെ വിരൽ ചൂണ്ടുന്ന എവിടേക്ക്? ആ ഫലത്തിലേക്കാണ്. അപ്പം ആ ഫലം ഒന്നായതുകൊണ്ട് ഈ മാർഗവും ഒന്നാണ് എന്നാണ് അദ്വൈതികളുടെ അഭിപ്രായം. അതുകൊണ്ട് ഏകം സാഖ്യം ച യോഗം ച അഫലദൃഷ്ടിയിൽ ഫലം ഒന്നായതുകൊണ്ട് ഈ സാഖ്യത്തെയും യോഗത്തെയും ഒന്നായി കാണുന്നവൻ പശ്യ സ പശ്യതി, അവൻ വാസ്തവത്തെ അറിയുന്നു. ആ കാണുന്നവനെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവനാണ് ഇതിന്റെ വാസ്തവം അറിയുന്നവനാണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് പാദത്തിലും ഫലത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇത് രണ്ടും ഒന്നെന്ന് പറയുന്നത് ആ ഫലദൃഷ്ടിയിലാണ്. ഫലം ഒന്നായതുകൊണ്ട് രണ്ട് മാർഗങ്ങൾ ഒന്നെന്ന് പറയുകയാണ്. ആ ഫലദൃഷ്ടിയിൽ അല്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് മാർഗം തന്നെയാണ് എന്നാണ് അദ്വൈതികളുടെ അഭിപ്രായം. സംഖ്യൈ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരപി ഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യപശ്യതി സ പശ്യതി. ഇനി കർമ്മയോഗത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണ്. സന്യാസസ്തു മഹാബാഹോ ദുഃഖം ആപ്തമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ നചരേണാധിഗച്ഛതി. ഏവം തർഹി യോഗ സന്യാസ ഏവ വിശിഷ്യതേ കഥം ഹ്രീതമുക്തം തയോസ്തു കർമ്മസന്യാസ കർമ്മയോഗോ വിശിഷ്യത്തെ. അങ്ങനെയാണെങ്കിൽ യോഗത്തെക്കാൾ സന്യാസമാണല്ലോ ശ്രേഷ്ഠമായിരിക്കുന്നത്. തന്റെ സിദ്ധാന്തത്തെ മനസ്സ് വെച്ചുകൊണ്ട് ഭാഷ്യകാരൻ ആമുഖമായി പറയുകയാണ്. ഇതുവരെ ചർച്ച ചെയ്തതനുസരിച്ച് നോക്കിയാൽ കർമ്മയോഗത്തെക്കാൾ ശ്രേഷ്ഠ സന്യാസമാണല്ലോ, അത് തന്റെ സിദ്ധാന്തമാണ്. കഥം ദർഹീതമുക്തം തയോസ്തു കർമ്മസന്യാസ കർമ്മയോഗോ വിശിഷ്യത്തെ. കർമ്മസന്യാസത്തെ അപേക്ഷിച്ച് കർമ്മയോഗം വിശേഷമാണെന്നാണല്ലോ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് കർമ്മയോഗത്തിന് ഇത്രയും വലിയ മഹത്വം എന്തുകൊണ്ട് കൊടുത്തു? ശൃണുതത്ര കാരണം. അങ്ങനെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിന് സമാധാനം പറയുന്നു. എന്താണ്? ത്വയാ പൃഷ്ടം കേവലം കർമ്മസന്യാസം കർമ്മയോഗം ച അഭിപ്രേത് തയോരന്യതര കശ്രയാനി. അർജുനന്റെ ചോദ്യത്തിൽ സന്യാസം എന്ന് അർജുനൻ വളരെ ലാഘവത്തോടു കൂടി ചോദിച്ചു എന്നാണ്. കേവലമായ സന്യാസത്തെ, ജ്ഞാനം കൂടാതെയുള്ള സന്യാസത്തെ, അർജുനൻ ചെയ്തതുപോലെയുള്ള സന്യാസത്തെ. എന്തുകൊണ്ട്? അർജുനൻ തത്വജ്ഞനെ അല്ല. അതുകൊണ്ട് അർജുനൻ സന്യാസം എന്ന് പറഞ്ഞാൽ ധരിക്കുന്ന എന്താണ്? താനിപ്പോൾ ചെയ്തതുപോലെ തന്നെ കർമ്മരംഗത്ത് നിന്ന് പിന്മാറുക, സാധാരണ ഇന്ന് ആൾക്കാർ ചെയ്യുന്ന പോലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കർമ്മസന്യാസത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പിന്നെ കർമ്മയോഗത്തെയും മനസ്സിലാക്കിക്കൊണ്ടാണ് അഭിപ്രേത്യ തയോരന്യതര കശ്രയ. ഇതിലേതാണ് ശ്രേഷ്ഠമെന്ന് ചോദിച്ചത്. ജ്ഞാനം കൂടാതെയുള്ള കർമ്മസന്യാസവും കർമ്മയോഗവും അതാണ് സാധാരണ മനുഷ്യന്റെ മുമ്പിൽ പ്രാപ്തമാകുന്നത്. അതാണ് അർജുനന്റെ മുമ്പിലും വന്നത്. അതിലേതാണ് ശ്രേഷ്ഠമെന്നാണ് അർജുനൻ ചോദിച്ചത്. തദനുരൂപം പ്രതിവചനം മയാ ഉക്തം. നിന്റെ ചോദ്യത്തിനനുസരിച്ചാണ്. പ്രശ്നാനുസാരി പ്രതിവചനം. ഇത് ലോകത്തിന്റെ ഒരു നിയമമാണ്. എപ്പോഴും ചോദ്യത്തിനനുസരിച്ചായിരിക്കും മറുപടി പറയുന്നത്. എന്തുകൊണ്ട്? ചോദ്യത്തിനനുസരിച്ച് മറുപടി പറഞ്ഞാലേ ചോദ്യകർത്താവിന് മറുപടി മനസ്സിലാകത്തുള്ളൂ. ചോദ്യകർത്താവ് നിൽക്കുന്ന നിലയിൽ നിന്നും മാറി മറുപടി പറയുന്നയാള് സ്വന്തം നിലയിൽ നിന്നും മറുപടി പറഞ്ഞാൽ ചോദ്യം നിഷ്പ്രയോജനമായി തീരും. എന്തുകൊണ്ട്? മറുപടി ചോദിക്കുന്നയാൾ മനസ്സിലാകത്തില്ല. ആ മറുപടി ചിലപ്പോൾ ഭാഗികമായ സിദ്ധാന്തമായിരിക്കും, മുഖ്യമായ സിദ്ധാന്തമായിരിക്കണമെന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും മറുപടി ചോദ്യത്തിനനുസരിച്ചേ പറയാൻ പറ്റും. അല്ലെങ്കിൽ മറുപടി പറയുന്ന അർത്ഥശൂന്യമായി തീരും. അതുകൊണ്ടാണ് പറയുന്നത് തദനുരൂപം പ്രതിവചനം മയോക്തം. അതിനനുസരിച്ചുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതൊരു പ്രധാന കാര്യമാണ്. കാരണം നമ്മൾ ഇത്തരം ഉപദേശങ്ങൾ ഗീതോപദേശത്തിൽ തന്നെ ഗീതോപദേശത്തിലെ വൈരുദ്ധ്യങ്ങളെന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. എന്നുവെച്ചാൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നതെന്നാണ്.
അങ്ങനെ തോന്നും. എന്തുകൊണ്ടങ്ങനെ തോന്നുന്നു? കാരണം ഓരോ സ്ഥലത്തെയും കേൾക്കുന്ന ചോദ്യം അനുസരിച്ചോ അല്ലെങ്കിൽ ചോദ്യകർത്താവിന്റെ ചോദ്യത്തെ മനസ്സിൽ കണ്ടിട്ടോ അതിനനുസരിച്ചായിരിക്കും മറുപടി പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ രണ്ട് സ്ഥലത്ത് പറയുന്ന മറുപടികൾ തമ്മിൽ നമുക്ക് വിരോധം ഉണ്ടെന്ന് തോന്നാം. അത് രണ്ട് ചോദ്യത്തിന് വേണ്ടി പറഞ്ഞ മറുപടികളാണ്. അപ്പോൾ മഹാത്മാക്കളുടെ ഉപദേശങ്ങളിലെല്ലാം മുമ്പ് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞതുമായിട്ട് നമുക്ക് ചിലപ്പോൾ വിരോധം തോന്നും. ആ വിരോധം തോന്നുന്നത് എന്തുകൊണ്ട്? വാസ്തവത്തിൽ അവിടെ വിരോധം ഉണ്ടായിട്ടല്ല. ഇതുപോലെ ഈ പറയുന്നത് പോലെ എന്താണ്, വ്യത്യസ്തമായ ചോദ്യങ്ങൾക്ക് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ അധികാരികളെ ഉദ്ദേശിച്ച് മറുപടി പറയുമ്പോൾ ആ മറുപടികൾ നമ്മൾ ആ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ആ അധികാരികളെക്കുറിച്ച് ചിന്തിക്കാതെ ആ മറുപടിയെ മാത്രം എടുത്തു വച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് മറുപടികളും തമ്മിൽ വിരോധം തോന്നും. അന്ന് പറഞ്ഞതല്ലല്ലോ ഇന്ന് പറഞ്ഞത്, അന്ന് പറഞ്ഞതിന് വിപരീതമായിട്ടാണല്ലോ ഇന്ന് പറയുന്നത്, വാക്ക് മാറി പറയുന്നുണ്ടല്ലോ എന്ന് ഗുരുക്കന്മാരെ സംബന്ധിച്ച് ശിഷ്യന്മാർക്ക് വരെ പലപ്പോഴും സംശയം വരും. അന്ന് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇത് രണ്ടും എങ്ങനെ ശരിയാകും, പേര് ഏതോ ഒന്ന് പറഞ്ഞ് കള്ളമാണല്ലോ എന്നൊക്കെ ധരിക്കാം. അതാണ് ഇവിടെ ഭാഷ്യകാരനും പറയുന്നത്. തദനുരൂപം ചോദ്യത്തിനനുസരിച്ചാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യത്തെ ഇത് ജ്ഞാനം അനപേക്ഷി. കർമ്മസന്യാസത്തെക്കാൾ കർമ്മയോഗം ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞപ്പോ അർജുനന്റെ മുമ്പിൽ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ജ്ഞാനത്തെ അപേക്ഷിക്കാതെയാണ് പറഞ്ഞത്. അർജുനൻ തന്റെ കർമ്മസന്യാസത്തെക്കുറിച്ചാണ്. പിന്നെ ഭഗവാൻ ഉപദേശിച്ച കർമ്മയോഗത്തെയും കുറിച്ച് ചോദിച്ചു. അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്താണ്, നിന്റെ ഈ കർമ്മസന്യാസത്തെക്കാൾ കർമ്മയോഗമാണ് ശ്രേഷ്ഠം. അതാണ് എപ്പോഴും ഭഗവാൻ അർജുനനോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ അർജുനനും ഭഗവാനും തമ്മിൽ കർമ്മയോഗത്തെക്കുറിച്ചും കർമ്മസന്യാസത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ അർജുനന്റെ മനസ്സിൽ ജ്ഞാനം കടന്നു വന്നിട്ടില്ല. കർമ്മസന്യാസത്തോടുകൂടി ചേർത്ത് വയ്ക്കേണ്ടതായ ഒരു ജ്ഞാനം എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് വന്നില്ല. അത് വരാത്തതുകൊണ്ട് അതിനെ കണക്കിലെടുക്കാതെ ഭഗവാൻ ഒരു മറുപടി പറഞ്ഞു, എന്താണ്, കർമ്മസന്യാസത്തെക്കാൾ ശ്രേഷ്ഠം കർമ്മയോഗമാണ്. അത് മുഖ്യമായ സിദ്ധാന്തവുമാണ്. അങ്ങനെ മറുപടി പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഭാഷ്യകാരൻ എന്താണ് പറയുന്നത്? ജ്ഞാനം കൂടാതെയുള്ള ഒരു കർമ്മസന്യാസം, ആ കർമ്മസന്യാസവും കർമ്മയോഗവും രണ്ടിൽ ഏതാണ് ശ്രേഷ്ഠമെന്ന് ചോദിച്ചാൽ കർമ്മയോഗം എന്നേ പറയാൻ പറ്റും. അതേസമയം ജ്ഞാനത്തോടുകൂടിയ കർമ്മസന്യാസവും കർമ്മയോഗവും തമ്മിൽ ഏതാണ് ശ്രേഷ്ഠമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മസന്യാസം എന്ന് പറയും എന്നാണ് ഭാഷ്യകാരൻ മനസ്സിൽ കരുതുന്നത്. അതാണ് പറയുന്നത്, ജ്ഞാനാപേക്ഷസ്തു സന്യാസ സാഖ്യമിതി മയാഭിപ്രേത. ജ്ഞാനാപേക്ഷസ്തു സന്യാസ, ജ്ഞാനത്തെ അപേക്ഷിക്കുന്നതായ സന്യാസം, ജ്ഞാനത്തിന്റെ അവാന്തര സാധനമായി വരുന്ന സന്യാസം, ജ്ഞാനത്തോട് കൂടിച്ചേർന്നിരിക്കുന്നതായ സന്യാസം, അതാണ് സാഖ്യം എന്നാണ് എന്റെ അഭിപ്രായം. അതിനെക്കുറിച്ചല്ല നീ ചോദിച്ചത്, കാരണം നിനക്ക് അങ്ങനെ ഒരു സന്യാസത്തെ അറിവില്ല. അർജുനൻ പറയുന്നത് എന്താണ്? സ്വധർമ്മം വിട്ടിട്ട് ഭിക്ഷാടനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സന്യാസമാവുമെന്നാണ്. എല്ലാവരും അങ്ങനെയാണ് ധരിക്കുന്നത്. ആ സന്യാസം ഒരിക്കലും കർമ്മയോഗത്തെക്കാൾ ശ്രേഷ്ഠമല്ല എന്നാണ് പറയുന്നത്. പരമാർത്ഥയോഗശ്ച സയൈവ. വാസ്തവത്തിൽ ജ്ഞാനത്തെ അപേക്ഷിക്കുന്ന ആ സന്യാസം, സാഖ്യം, ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു പരമാർത്ഥത്തിലുള്ള യോഗവും അത് തന്നെയാണ്. പരമാർത്ഥത്തിൽ യോഗം എന്ന് പറയുന്നതും അതുതന്നെയാണ്. എന്നുവെച്ചാൽ ഇവിടെ നിർദ്ദേശിക്കുന്നതായ കർമ്മയോഗം ഈ പരമാർത്ഥ യോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. യോഗത്തെ രണ്ടായി തിരിക്കുകയാണ് ഇവിടെ ഭാഷ്യകാരൻ. ഒന്ന് കർമ്മയോഗം, മറ്റൊന്ന് പരമാർത്ഥയോഗം. ആ പരമാർത്ഥയോഗം എന്ന് പറയുന്നത് എന്താണ്? കർമ്മസന്യാസം ജ്ഞാനം കൂടി കൂടിച്ചേരുന്നു. മറ്റത് കർമാനുഷ്ഠാനമാകുന്ന യോഗം. പരമാർത്ഥ യോഗസ്തു സൈവ യസ്തു കർമ്മയോഗോ വൈദിക സത്താദർത്യാത് യോഗ സന്യാസ ഇതി ഉപചര്യതേ. പിന്നെയും വൈദികമായ കർമ്മയോഗം, അവിടെയും കർമ്മയോഗം എന്ന് പറഞ്ഞപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് വൈദികവും. വേദകർമ്മങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്ന കർമ്മയോഗം, വേദകർമാനുഷ്ഠാനത്തെ
യോഗാത്മകമായി ചെയ്യുന്ന ആ കർമ്മയോഗം. അതുകൊണ്ട് വൈദികമെന്ന് പ്രത്യേകം ചേർത്തവിടെ. വേദത്തോട് ബന്ധപ്പെടുത്താതെ കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ശങ്കരാചാര്യർക്ക് ഒരിക്കലും സാധ്യമേ അല്ല. അതുകൊണ്ടാണ് കർമ്മയോഗ വൈദിക സത്താദർത്ഥ്യ. അതെന്തിനു വേണ്ടിയുള്ളത്? ജ്ഞാനസഹിതമായ സന്യാസത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ളതുകൊണ്ട് യോഗ സന്യാസ ഉപചര്യ. വാസ്തവത്തിൽ ഈ കർമ്മയോഗത്തിന് യോഗമെന്ന് പേര് വരാൻ തന്നെ എന്താണ് കാരണം? അത് കർമ്മസന്യാസത്തിന് ഉപകരിക്കുന്നുകൊണ്ടാണ്. അതുകൊണ്ട് അതിന് കർമ്മയോഗത്തിൽ തന്നെ സന്യാസം എന്ന് പറയുന്നത് ഉപചര്യത, അത് മുഖ്യമായ അർത്ഥത്തിൽ പറയുന്നതല്ല എന്ന് പറഞ്ഞ ഭാഷകാരൻ ഇവിടെ പറയുന്നത്. ജ്ഞേയസ്സൻ നിത്യസന്യാസി എന്ന് പറഞ്ഞല്ലോ, കർമ്മയോഗിയാണ് സന്യാസി എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ആ കർമ്മയോഗം അവനെ കർമ്മസന്യാസത്തിലെത്തിക്കും. കർമ്മയോഗത്തിന്റെ പരിപക്വമായ ഒരവസ്ഥയിൽ അവൻ കർമ്മസന്യാസത്തിൽ എത്തിച്ചേരും. അതുകൊണ്ട് കർമ്മയോഗിയെയും സന്യാസി എന്ന് പറയുന്നത് മുഖ്യമായ അർത്ഥത്തിലല്ല, ഗുണമായ അർത്ഥത്തിലാണ്. കർമ്മയോഗി കർമ്മയോഗിയാണ്, കർമ്മസന്യാസി കർമ്മസന്യാസിയാണ്. രണ്ടും വേറെയാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് കർമ്മയോഗം കർമ്മസന്യാസത്തിന് വേണ്ടി ആയതുകൊണ്ട് ആ കർമ്മയോഗിയെ യോഗി എന്നും സന്യാസി എന്നും വിളിക്കുന്നു. കഥം താദർത്ഥ്യം ഇത്യുച്യതേ. എങ്ങനെ കർമ്മയോഗ സന്യാസത്തിന് ഉപകരിക്കുന്നു? അത് ഈ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ വ്യക്തമാക്കുന്നു എന്നാണ്. എങ്ങനെയാണ്? സന്യാസസ്തു പാരമാർത്ഥികോ ദുഃഖം ആപ്തം പ്രാപ്തം അയോഗത യോഗേന വിന. ഇവിടെയാണ് ആ കാര്യം ഭഗവാൻ വളരെ വ്യക്തമാക്കുന്നത് എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. എന്താണ്? സന്യാസസ്തു മഹാബാഹോ ദുഃഖം ആപ്തം അയോഗത. ഇത് വളരെ മുഖ്യമായ ഒരു സിദ്ധാന്തമാണ്. അതായത് കർമ്മസന്യാസത്തെയും കർമ്മയോഗത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത്, അതിന് വരാമെന്നുള്ള വിരോധങ്ങളെ പരിഹരിക്കുന്ന ഒരു മുഖ്യമായ ശ്ലോകമാണ്, മുഖ്യമായ സിദ്ധാന്തമാണ്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? സന്യാസസ്തു. ഇവിടെ ഭഗവാൻ ഈ സന്യാസം എന്ന് പറയുന്നതും കർമ്മയോഗം എന്ന് പറയുന്നത് രണ്ടിനെയും വേർതിരിക്കുകയാണ്, വ്യക്തമാക്കുകയാണ്. സന്യാസസ്തു പാരമാർത്ഥികോ, പാരമാർത്ഥികമായ സന്യാസം. പാരമാർത്ഥികമായ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? ബാഹ്യമായി കർമ്മങ്ങളെ ത്യജിക്കുന്നതായ സന്യാസം ആണ് പാരമാർത്ഥികമായ സന്യാസം. അതിൽ ജ്ഞാനവും കൂടി കൂടിച്ചേർന്നു. അർജുനന്റെ സന്യാസമല്ല. ആ പാരമാർത്ഥിക സന്യാസം ദുഃഖം ആപ്തും പ്രാപിക്കുന്നതിന് ദുഃഖമാണ്, പ്രയാസമാണ്. എങ്ങനെ? ആ യോഗത യോഗേന വിന, കർമ്മയോഗം കൂടാതെ എന്നിവിടെ സ്പഷ്ടമായി പറയുകയാണ്. അപ്പൊ കർമ്മയോഗവും കർമ്മസന്യാസവും രണ്ടാണെന്ന് ഇവിടെ പറയുന്നു എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഭാഷ്യകാരൻ ഇതിനെ എപ്പോഴും രണ്ടായി കണ്ടുകൊണ്ട് വ്യാഖ്യാനിക്കുന്നത്. കർമ്മയോഗം വേറെ, കർമ്മസന്യാസം വേറെ. ഇതിനെ കണ്ടുകൊണ്ടാണ്. പിന്നെ ഇത് രണ്ടും ഒന്നെന്ന് ചിലടത്ത് പറയുന്നതോ ആത്യന്തികമായി രണ്ടിന്റെയും ഫലം ഒന്നായതുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ വ്യക്തമായി പറയുന്നത് എന്താണ്? കർമ്മയോഗം കൂടാതെ കർമ്മസന്യാസത്തെ പ്രാപിക്കാൻ സാധ്യമല്ല. യോഗയുക്ത വൈദികേന കർമ്മയോഗേന ഈശ്വര സമർപ്പിത രൂപേണ ഫലനിരപേക്ഷേണ യുക്ത മുനി മനനാത് ഈശ്വരസ്വരൂപസ്യ മുനി ബ്രഹ്മ പരമാത്മജ്ഞാന ലക്ഷണത്വാത് പ്രകൃത സന്യാസോ ബ്രഹ്മോച്യതേ ന്യാസ ഇതി ബ്രഹ്മ ബ്രഹ്മ ഹി പര ഇതി ശ്രുതേഹി. യോഗയുക്തോ മുനിർബ്രഹ്മ നചിരേണാധിഗച്ഛതി. യോഗയുക്തനായ മുനി, കാരണം യോഗം കൊണ്ട് സന്യാസത്തെ പ്രാപിക്കുമെന്ന് പറഞ്ഞിട്ട് യോഗം യുക്തനായവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മത്തിനവിടെ ബ്രഹ്മശബ്ദത്തിന് സന്യാസം എന്നാണ് അർത്ഥം പറഞ്ഞത്. രണ്ടും ഒന്ന് തന്നെ. സന്യാസി ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുകയാണ്. എന്തുകൊണ്ട്? ഒന്നും രണ്ടും പാദങ്ങളിൽ പറഞ്ഞ എന്താണ്? കർമ്മയോഗം കൊണ്ട് സന്യാസത്തെ പ്രാപിക്കുന്നു. കർമ്മയോഗം കൂടാതെ സന്യാസം പ്രാപിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. അപ്പൊ യോഗയുക്തനായവൻ, ആ കർമ്മയോഗത്തോട് കൂടിയവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ സന്യാസത്തെ പ്രാപിക്കുന്നു എന്ന് തന്നെ എന്ന് വ്യാഖ്യാനിക്കുന്നു. യോഗയുക്ത വൈദികേന കർമ്മയോഗേന, അവിടെയും വന്നിരിക്കുകയാണ് വൈദികമായ കർമ്മയോഗം. എന്തെങ്കിലും കർമ്മം ചെയ്താൽ പോലും വേദവിദിതമായിരിക്കുന്നതായ ആ കർമ്മയോഗേന,
ആ കർമ്മയോഗം എന്ന് പറയുന്നത് എങ്ങനെ? ഈശ്വര സമർപ്പിത രൂപേണ, ഈശ്വര സമർപ്പിതമായിരിക്കുന്ന കർമ്മയോഗം. ഇവിടെ ഈശ്വരനും കൂടി ഉണ്ടായാലേ പറ്റൂ. ഈശ്വരനില്ലാതെ കർമ്മയോഗം നടക്കത്തില്ല. ഫലനിരപേക്ഷേണ, ഫലത്തെ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള കർമ്മയോഗത്തോടു കൂടിയവൻ യുക്തൻ മുനി. അങ്ങനെയുള്ള മുനി. അപ്പൊ കർമ്മയോഗിയെ മുനി എന്ന് എന്തുകൊണ്ട് വിളിച്ചു? കർമ്മയോഗി എങ്ങനെ മുനിയാകും? കർമ്മരംഗത്ത് നിൽക്കുന്നവൻ. മുനി എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചിരിക്കുന്നത് കർമ്മം ഉപേക്ഷിച്ചിരിക്കുന്നവനെന്നാണ് പറയുന്നത്. മനനാദ് ഈശ്വരസ്വരൂപസ്യ മുനി. ഈശ്വരസ്വരൂപത്തെ മനനം ചെയ്യുന്നവൻ മുനി ശബ്ദത്തിന്റെ നിർവചനമാണ്. ഈശ്വരസ്വരൂപസ്യ മനനാദ് മുനി. ഈശ്വരസ്വരൂപത്തെ മനനം ചെയ്യുന്നവനാണ് മുനി. സാധാരണ മുനി ശബ്ദത്തിന്റെ വ്യുത്പത്തി മനനാദ് മുനി, മനനം ചെയ്യുന്നവനെന്നുള്ളതാണ്. ഇവിടെ ഭാഷ്യകാരൻ ഒന്നുകൂടി കൂട്ടിച്ചേർത്തു. പ്രകരണമനുസരിച്ച് ഈശ്വരസ്വരൂപത്തെ മനനം ചെയ്യുന്നവനായ ആ മുനി. ആ മുനി എങ്ങനെയുള്ളവൻ? യോഗയുക്തൻ. അപ്പോൾ യോഗി, കർമ്മയോഗി, ഈശ്വരസ്വരൂപത്തെ മനനം ചെയ്യുന്നവനായ കർമ്മയോഗി. അപ്പോൾ ഈശ്വരസ്വരൂപത്തെ മനനം ചെയ്യുന്നതുകൊണ്ട് കർമ്മയോഗി ഈശ്വരനെ സ്മരിക്കുന്നുണ്ട്. അത് പലരുടെയും സംശയമാണ്. കർമ്മയോഗി ഈശ്വരനെ സ്മരിച്ചു കഴിഞ്ഞാൽ അവിടെ ജ്ഞാനകർമ്മ സമുച്ചയം വരുമോ? ഒരിക്കലുമില്ല. കർമ്മയോഗിക്ക് ഈശ്വരസ്മരണയാകാം. ഈശ്വരസ്മരണ കൂടി ചേർന്നാലേ കർമ്മയോഗം പൂർത്തിയാകത്തുള്ളൂ. അവിടെ ജ്ഞാനകർമ്മ സമുച്ചയമൊന്നും ശങ്കരാചാര്യർ പറയുന്ന ദോഷമൊന്നും വരുന്നില്ല എന്നിവിടെ ഭാഷ്യകാരൻ തന്നെ അംഗീകരിക്കുന്നു. ഈശ്വരസ്വരൂപസ്യ മനനാത്മനി ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മം എന്ന് പറയുന്നതിനിവിടെ ബ്രഹ്മത്തിന്റെ മുഖ്യമായ അർത്ഥമല്ല പറയുന്നത്. പരമാത്മജ്ഞാന ലക്ഷണത്വ പ്രകൃത സന്യാസോ ബ്രഹ്മോച്യതേ. ബ്രഹ്മശബ്ദത്തിന് സന്യാസം എന്നർത്ഥം പറഞ്ഞു. എന്തുകൊണ്ട്? സന്യാസത്തിന് ലക്ഷണം ജ്ഞാനമാണ്. എന്ത് ജ്ഞാനം? പരമാത്മജ്ഞാന ലക്ഷണത്വ. പരമാത്മജ്ഞാനമാകുന്ന ലക്ഷണത്തോടുകൂടിയതാണ്. അതാണ് അടയാളം എന്തിന്റെ? സന്യാസത്തിന്റെ. അപ്പൊ സന്യാസത്തിൽ പരമാത്മജ്ഞാനം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് സന്യാസത്തിൽ പരമാത്മജ്ഞാനം ഉള്ളതുകൊണ്ട് സന്യാസം ബ്രഹ്മമാണ്. ബ്രഹ്മശബ്ദത്തിന് സന്യാസം എന്ന് വ്യാഖ്യാനിക്കുകയാണ്. അവിടെ പരമാർത്ഥജ്ഞാനമുണ്ട്. അതുകൊണ്ട് അതിന് പ്രമാണവും പറയുന്നു. ന്യാസ ഇതി ബ്രഹ്മ ബ്രഹ്മഹി പര. സന്യാസം എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം തന്നെയാണ് പരപുരുഷൻ എന്ന് മഹാനാരായണ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മശബ്ദത്തിന് സന്യാസം എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കർമ്മയോഗ യുക്തനായിരിക്കുന്നവൻ, അങ്ങനെയുള്ള ഈശ്വരനെ മനനം ചെയ്യുന്നവനായ മുനി ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മ പരമാർത്ഥ സന്യാസം, പരമാത്മജ്ഞാനനിഷ്ഠാലക്ഷണം. ആ പരമാർത്ഥ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാത്മജ്ഞാനനിഷ്ഠ. ഇവിടെ ജ്ഞാനവും ത്യാഗവും ഒരുമിക്കുന്നതായ കർമ്മസന്യാസവും. ത്യാഗത്തിനൊക്കെ അവസാനം വേറെ വ്യാഖ്യാനങ്ങളെല്ലാം പറയും 18ാം അധ്യായത്തിൽ വരുമ്പോൾ. ഇവിടെ ഇപ്പോൾ പറയുന്ന ഈ സന്യാസം അതെന്താണ്? ജ്ഞാനനിഷ്ഠയാണ്. പരമാത്മജ്ഞാനനിഷ്ഠയാണ്. അത് നചിരേണ ക്ഷിപ്രം. ചിരമെന്ന് വെച്ചാൽ താമസിക്കുന്ന ശബ്ദം, അതിന്റെ വിപരീതാർത്ഥം കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ അധികച്ചതി പ്രാപ്നോതി. ക്ഷിപ്രം എന്നുവെച്ചാൽ ഉടനെന്നാണ്. യോഗയുക്തനായിരിക്കുന്ന മുനി ആ പരമാത്മജ്ഞാനനിഷ്ഠ അതെന്ന സന്യാസത്തെ ഉടൻ പ്രാപിക്കുന്നു. അതോ മയോക്തം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർമ്മയോഗോ വിശിഷ്യത. കർമ്മയോഗം ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞത്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന അംഗീകരിക്കുന്ന എന്താണ്? സന്യാസം കർമ്മയോഗം കൂടാതെ പ്രാപിക്കാൻ സാധ്യമല്ല. സന്യാസത്തിന്റെ സാധനയാണ് കർമ്മയോഗം. ആ സന്യാസം എന്ന് പറയുന്നതോ ജ്ഞാനത്തോടുകൂടിയ ജ്ഞാനനിഷ്ഠാലക്ഷണമായിരിക്കുന്ന സന്യാസമാണ്. അതെങ്ങനെയുള്ള ജ്ഞാനം? പരമാർത്ഥ ജ്ഞാനം. അദ്വൈത മതമനുസരിച്ച് ജീവപര ഏകത്വജ്ഞാനം, അതിനെ പരമാർത്ഥജ്ഞാനം എന്ന് പറയും. ജീവപര ഏകത്വജ്ഞാനമായിരിക്കുന്ന പരമാത്മജ്ഞാനത്തോടുകൂടിയ ആ സന്യാസം കർമ്മയോഗാനുഷ്ഠാനം കൂടാതെ പ്രാപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കർമ്മയോഗത്തിലൂടെ സന്യാസത്തെ പ്രാപിക്കുക.
ആ സന്യാസം ജ്ഞാനനിഷ്ഠയോടുകൂടിയതായിരിക്കണം. ആ ജ്ഞാനനിഷ്ഠയിൽ നിന്നൊരാൾ മുക്തനായിത്തീരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. മഹാബാഹു, അല്ലയോ അർജുന, സന്യാസവത്, സന്യാസം ആകട്ടെ, അയോഗത, യോഗം കൂടാതെ ആപ്തം പ്രാപിക്കുന്നതിന് ദുഃഖം പ്രയാസമാണ്. യോഗയുക്തോ മുനി, യോഗയുക്തനായ മുനി, ബ്രഹ്മത്തെ, ഇവിടെ ശങ്കരാചാര്യർ ഒഴികെ ബാക്കിയുള്ള പ്രധാന വ്യാഖ്യാതാക്കളെല്ലാം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നുള്ള അർത്ഥം തന്നെ എടുത്തിരിക്കുന്നു. മധുസൂദന സരസ്വതിയും മറ്റും ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തത്തെ പിന്തുടർന്ന് വ്യാഖ്യാനം എഴുതിയവരും ബ്രഹ്മശബ്ദത്തിന് ബ്രഹ്മം എന്നുള്ള അർത്ഥമാണ് പറഞ്ഞത്. പക്ഷെ ശങ്കരാചാര്യർ ഇവിടെ ഒന്നും രണ്ടും പാദങ്ങളിൽ സന്യാസത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ബ്രഹ്മശബ്ദത്തിന് സന്യാസം എന്നർത്ഥം കൊടുത്തു. അത് ജ്ഞാനനിഷ്ഠാലക്ഷണമായ സന്യാസം എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മത്തിനോട് അടുത്ത് നിൽക്കുന്നു. അപ്പോൾ ബ്രഹ്മം എന്നുള്ള അർത്ഥവുമായിട്ട് അതിന് വലിയ വിരോധം വരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചു. യോഗയുക്തനായിരിക്കുന്ന മുനി ബ്രഹ്മത്തെ നച്ചിരേണ, പെട്ടെന്ന് അധികച്ചതി പ്രാപിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് കർമ്മയോഗത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. കർമ്മയോഗം കൂടാതെ സാധ്യമല്ല. അതുകൊണ്ട് അർജുനനോട് പറയുന്നു, നീ കർമ്മയോഗം അനുഷ്ഠിച്ചേ തീരൂ, അല്ലാതെ ജ്ഞാനം കൂടാതെയുള്ള സന്യാസത്തിലേക്ക് എടുത്തു ചാടുന്നത് അപകടമാണ്. അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല എന്നാണ്. സന്യാസസ്തു മഹാബാഹോ ദുഃഖം ആപ്തം അയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ നചരേണാധിഗച്ഛതി. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവൻ അപി ന ലിപ്യതേ. പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.